വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഓർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ആണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് സീരീസിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന എപ്പിസോഡ് 4th വീഡിയോ ആയിരിക്കും ഇത്. എപ്പിസോഡ് 3, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രോപ്പറായും കൊണ്ട് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മനസ്സിലാക്കി പഠിച്ചു. എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒരു കമ്പനിക്ക് എത്രത്തോളം സെയിൽസ് അല്ലെങ്കിൽ അവർ എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എത്രത്തോളം എക്സ്പെൻസ് ആകുന്നുണ്ട്, അറ്റ് ദ എൻഡ് അവർ നെറ്റ് പ്രോഫിറ്റിലാണോ നെറ്റ് ലോസിലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ടേംസ് കൂടി പഠിച്ചു. ഈ 4 ടേംസിൻ്റെ റെലവൻസ് എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കൂടി മനസ്സിലാക്കി. ഇത് മാത്രം പഠിച്ചത് കൊണ്ട് കമ്പനിയെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുമോ? ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇനി എന്തൊക്കെ കൂടി നമ്മൾ മനസ്സിലാക്കണം? കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ മനസ്സിലാക്കണം, അതുപോലെ ഓപ്പറേറ്റിംഗ് ലിവറേജ് മനസ്സിലാക്കണം, അതുപോലെ സ്റ്റെബിലിറ്റി മനസ്സിലാക്കണം. ആ കമ്പനിയുടെ കേൾക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തോന്നുമെങ്കിലും മുന്നോട്ടേക്ക് പോകുമ്പോൾ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ അസറ്റ്സ്, അവർക്ക് എത്രത്തോളം ആസ്തിയുണ്ട്, ലയബിലിറ്റീസ്, അവർക്ക് എത്രത്തോളം ബാധ്യതകളുണ്ട്, നെറ്റ് വർത്ത്, അസറ്റ് മൈനസ് ലയബിലിറ്റി, അതായത് അവരുടെ ആസ്തിയിൽ നിന്ന് അവരുടെ ബാധ്യത കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, അതാണ് നെറ്റ് വർത്ത്. ഇത് 3 നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കിയാൽ മനസ്സിലാവില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്പെസിഫിക് പീരീഡിൽ അവർ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അവർ ജനറേറ്റ് ചെയ്തത്, അതിനായിട്ട് അവർക്ക് എത്രത്തോളം എക്സ്പെൻസ് വന്നിട്ടുണ്ട് എന്നതൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കമ്പനിക്ക് എത്രത്തോളം അസറ്റ്സ് ഉണ്ട്, അവർക്ക് എത്രത്തോളം ലയബിലിറ്റി ഉണ്ട്, നെറ്റ് വർത്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി ഓവറോൾ എന്താണ് ആ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ, അതായത് കമ്പനി എത്രത്തോളം ഫൈനാൻഷ്യലി ഹെൽത്തി ആണ് എന്ന് മനസ്സിലാക്കലാണ് നമ്മൾ ഈ ഒരു ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന ഈ സെഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള 2 കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സെഷൻ കാണുന്നവർ പ്രോപ്പറായിട്ട് സീരീസ് വൈസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താണ് പഠിക്കണമെന്നും താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ടേക്ക് ഇരുന്ന് കാണുക. ഓക്കെ, അതുകൊണ്ട് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. ബാലൻസ് ഷീറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് സ്റ്റെബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് എ കമ്പനി. അങ്ങനെ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അറൗണ്ട് 4th എപ്പിസോഡ് വരെ എത്തി. പക്ഷേ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സജസ്റ്റ് ചെയ്ത ആളുകളിൽ 90 ഒരു 10% ആളുകൾ പോലും നമ്മളുടെ ഈ ഒരു സീരീസ് കാണുന്നില്ല എന്നതാണ് നമ്മൾ വ്യൂവേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. എല്ലാവരും കൂട്ടം ചേർന്ന് പറ്റിച്ചു. പക്ഷേ നമ്മൾ വീഡിയോ ഇടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇനിയുള്ള ലൈഫിൽ അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിൻ്റെ റെലവൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കും. അവരൊക്കെ ഇവിടെ എത്തും എന്നുള്ള വിശ്വാസത്തിലാണ് ഇനി മുന്നോട്ടേക്കുള്ള എല്ലാ ക്ലാസ്സുകളും. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നൊരു ഷോർട്ട് ഡെഫിനിഷനിലൂടെയാണ് നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്? ഈസ് ദ സ്റ്റഡി ഓഫ് എ കമ്പനീസ് റിയൽ വാല്യൂ യൂസിങ് ഫൈനാൻഷ്യൽസ് ആൻഡ് ബിസിനസ് ഇൻസൈറ്റ്സ്. അതായത് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസും ബിസിനസ് ഇൻസൈറ്റ്സും യൂസ് ചെയ്തുകൊണ്ട്, അത് സ്റ്റഡി ചെയ്തുകൊണ്ട് ആ കമ്പനിയുടെ റിയൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കലാണ് ആക്ച്വലി ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രോസസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസിലൂടെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്? ഇവാലുവേറ്റ് ദ ബിസിനസ്, ആ കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യലാണ്. ഓക്കെ, ആ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കമ്പനിയുടെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സും ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സും ഉപയോഗിക്കും. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായിട്ടുള്ള ഫാക്ടേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ആ കമ്പനിയുടെ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് റിയൽ വാല്യൂ. കമ്പനിയുടെ ബിസിനസ് ഇവാലുവേറ്റ് ചെയ്ത് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഫാക്ടേഴ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് വർത്താണെങ്കിൽ എത്ര, അതിൻ്റെ റിയൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ആ റിയൽ വാല്യൂ എന്ത് ചെയ്യും? കറൻറ്റ് മാർക്കറ്റ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണോ എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സിനെ നമ്മൾ 2 തിരിച്ചിട്ടുണ്ട്.
ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എന്നും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എന്നും. ഇവിടെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, അതായത് ഇതായിരുന്നു ഏത് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടു ഫണ്ടമെൻ്റൽ അനാലിസിസിന് ശേഷം നമ്മളുടെ നെക്സ്റ്റ് എപ്പിസോഡ്, അതായത് എപ്പിസോഡ് 2 എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കമ്പനിയുടെ ക്വാളിറ്റേറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ മെഷർ ചെയ്തു. അതായത് ഒരു കമ്പനിയുടെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെയാണ്? ബിസിനസ് മോഡൽ, മാനേജ്മെൻറ്റ് ക്വാളിറ്റി, ബ്രാൻഡ് വാല്യൂ, കോർപ്പറേറ്റ് ഗവേണൻസ്, എത്തിക്സ് ആൻഡ് ഇൻഡസ്ട്രി പൊസിഷൻ. ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് എടുത്ത് അതിൽ നമ്മൾ എന്ത് ചെയ്തു? കമ്പനി ഓവർവ്യൂവിൽ പോയിട്ട് ഈ ക്വാളിറ്റി ഫാക്ടേഴ്സ് എല്ലാം തന്നെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ വീഡിയോ, അതായത് ആ ഒരു എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ ഇവിടെ ഐക്കാർട്ടിൽ ലിങ്ക് ഉണ്ട്, പോയി കാണുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ നോക്കുന്നത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സാണ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സിനെ 2 സബ് സ്ട്രക്ചറാക്കി മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തത് ഫൈനാൻഷ്യൽ റേഷ്യോസുമാണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്: P&L സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫൈനാൻഷ്യൽ റേഷ്യോയിൽ EPS, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ, പിന്നെ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മെയിനായിട്ട് എന്താണ് നമ്മൾ ഇന്നിവിടെ ഫോക്കസ് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്താണ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തു. നമ്മളെ എപ്പിസോഡ് 3 വീഡിയോ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള P&L സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ഇതാ മുകളിൽ എഗെയിൻ ഐക്കാർഡ് വന്നിട്ടുണ്ട്, പോയിട്ട് കാണുക, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ ഇനി പഠിക്കുന്ന പാർട്ട് 2 വീഡിയോ കൂടിയായിരിക്കും ഇത്. ഇനി നമ്മൾ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ത്രൂ ആണ് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ പറയുന്ന സമയത്ത് ഇനി മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2 കോളംസ് കൊടുത്തിട്ടുണ്ട്. 2 കോളം നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ ക്യാഷ് ഇൻ ഹാൻഡ്. എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപ ഉണ്ട്. അതുപോലെ എൻ്റെ ബാങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ഒരു 10 ലക്ഷം രൂപ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ ബൈക്കും കാറും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ ടോട്ടൽ വർത്ത് വരുന്നത് 6 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. എനിക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, കുറച്ച് ഇക്വിറ്റിയിൽ കുറച്ചുണ്ട്. 2 മാടി കൂട്ടിയിട്ട് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ പ്രോപ്പർട്ടി ഒരു 20 ലക്ഷം രൂപ പ്രോപ്പർട്ടി, അതായത് എൻ്റെ വീട് ഒരു 20 ലക്ഷം രൂപയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടലായിട്ട് ഇവിടെ നമ്മളുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 41.5 ലക്ഷം രൂപ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? എൻ്റെ അസറ്റാണ് ഇതെല്ലാം. ഓക്കെ, ഇതാ എൻ്റെ അസറ്റാണ്. അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻ്റെ ആസ്തികളാണ്. അതായത് എനിക്കിപ്പോഴോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ കാശാക്കി മാറ്റാൻ കഴിയുന്ന സാധനങ്ങളെല്ലാം എൻ്റെ അസറ്റ് കാറ്റഗറിയാണ്. എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് കാശാക്കി മാറ്റാം. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിഡീം ചെയ്ത് എനിക്ക് കാശാക്കി മാറ്റാം. ബൈക്ക് ആൻഡ് കാറ് വിറ്റ് കാശാക്കാം. ക്യാഷ് അറ്റ് ബാങ്ക് കാശായിട്ട് എടുത്ത് കൊണ്ടുവരാം. അതുപോലെ ക്യാഷ് ഇൻ ഹാൻഡ് ഓൾറെഡി ക്യാഷ് ആയിട്ട് തന്നെയാണ് കയ്യിലുള്ളത്. ഇതെല്ലാം ആക്ച്വലി എന്താണ്? അസറ്റ്സ് ആണ്. ഓക്കെ, അതായത് നമ്മളുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്ന കാറ്റഗറീസാണ്. ഇതെൻ്റെ അസറ്റ്സ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കോളത്തിലേക്ക് നോക്കൂ നിങ്ങൾ. ലോൺ 10 ലക്ഷം രൂപ എനിക്ക് ലോൺ ഉണ്ട്. ഇതെന്തിനായിരിക്കും ചിലപ്പോൾ ഞാൻ ലോൺ എടുത്തത്? നമ്മളുടെ അസറ്റ് കാറ്റഗറിയിൽ എനിക്ക് ബൈക്കും ഉണ്ട്, കാറും ഉണ്ട്. അതുപോലെ പ്രോപ്പർട്ടി ആയിട്ട് ഒരു 20 ലക്ഷം രൂപയുണ്ട്. ഇത് വാങ്ങാനായിട്ട് എടുത്ത ലോണിൻ്റെ ഒരു പാർട്ടായിരിക്കും ഇത്, ലോൺ 10 ലക്ഷം. അതുപോലെ തന്നെ എന്താണ്? ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ട്. എത്ര രൂപ? 5 ലക്ഷം രൂപ. ആ 5 ലക്ഷം രൂപയ്ക്ക് എന്താണ്? നമ്മളുടെ ഈ ഒരു അസറ്റ് സൈഡിൽ എൻ്റെ ബാങ്ക് കിടക്കുന്ന 10 ലക്ഷത്തിൽ ചിലപ്പോൾ ഈ 5 ലക്ഷത്തിലുള്ള കുറച്ച് പൈസ ഉണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് EMI ഡ്യൂ ആണ്. എനിക്ക് 2 ലക്ഷം രൂപയുടെ EMI ഡ്യൂ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 17 ലക്ഷം രൂപയുണ്ട്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ലയബിലിറ്റി എന്നാണ്. അതായത് എൻ്റെ ബാധ്യതയാണ്. ഓക്കെ, എൻ്റെ ബാധ്യത. അപ്പോൾ ഇവിടെ അസറ്റ് ആൻഡ് ലയബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇപ്പോഴോ ഫ്യൂച്ചറിലോ കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന കാറ്റഗറീസിനെല്ലാം നമ്മൾ അസറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ നമ്മളുടെ ബാധ്യതകളാണ് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ അസറ്റ്സ് കാറ്റഗറിയിൽ എന്താണ് വരുന്നത്, ലയബിലിറ്റി കാറ്റഗറീസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടി. ഇനി നമ്മളെന്താണ് ഇതിനെ നമുക്കൊരു പേഴ്സണൽ ബാലൻസ് ഷീറ്റ് എന്ന് അങ്ങനെയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഇതാണ് ആക്ച്വലി എന്താണ് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ അസറ്റ് കൊടുത്തിട്ടുണ്ട്.
അതായത് ലെഫ്റ്റ് സൈഡിൽ അസറ്റ് കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ലയബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അസറ്റിൽ തന്നെ എന്താണ് കറണ്ട് അസറ്റ്സ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് കറണ്ട് അസറ്റ്സ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ആ ടോട്ടൽ കറണ്ട് അസറ്റ്സ് എത്രയാണെന്ന് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് നോൺ കറണ്ട് അസറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നോൺ കറണ്ട് അസറ്റ്സിൻ്റെ കാറ്റഗറി എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ടോട്ടൽ അസറ്റ്സ് എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് വാല്യൂ. ഓക്കെ. പിന്നെ ലയബിലിറ്റി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റി എന്തൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് കൊടുത്തു, എന്നിട്ട് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി എത്രയാണുള്ളതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കൂ നോൺ കറണ്ട് ലയബിലിറ്റി. നോൺ കറണ്ട് ലയബിലിറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ടോട്ടൽ നോൺ കറണ്ട് ലയബിലിറ്റി എത്രയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ താഴെ നോക്കൂ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി അത് ലയബിലിറ്റീൻ്റെ താഴെയായിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഉണ്ട്. ഇതിന് നമ്മൾ നെറ്റ് വർത്ത് എന്ന് പറയും. ഓക്കെ, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ടോട്ടൽ ലയബിലിറ്റി ആൻഡ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് കൊടുത്തിട്ട് ഇവിടെ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അസറ്റിൻ്റെ സൈഡിൽ എഴുതിയ ഈ ഒരു എമൗണ്ടും ഒക്കെ എന്താണ് ബാലൻസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ആക്ച്വലി ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. മുന്നോട്ടേക്ക് പോകുമ്പോൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കും. അങ്ങനെ നമ്മൾ ഇനി വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ് എന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോ, രണ്ടാമതും പറയും. എ ബാലൻസ് ഷീറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷോസ് വാട്ട് എ കമ്പനി ഓൺസ് ആൻഡ് വാട്ട് ഇറ്റ് ഓസ് ആൻഡ് ദ ഓണേഴ്സ് ഷെയർസ് അറ്റ് എ സ്പെസിഫിക് ഡേറ്റ്. അതായത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡേറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡിൽ ആ കമ്പനി എന്തെല്ലാം അവർ ഓൺ ചെയ്യുന്നുണ്ട്, ആ ഓൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വാട്ട് ഇറ്റ് ഓസ്, അതായത് കൊടുക്കാനുള്ളത് എന്തെല്ലാമാണ്, അതാണ് ലയബിലിറ്റി. അതുപോലെ തന്നെ ആ കമ്പനിയുടെ ഓണേഴ്സിൻ്റെ ഷെയർ, അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അത് ആ ഒരു കമ്പനിയുടെ സ്പെസിഫിക് ഡേറ്റിനുള്ളിൽ ഈ 3 കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് മുഖേന മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇറ്റ് ഷോസ് ദ നെറ്റ് വർത്ത് ഓഫ് എ ബിസിനസ്. നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റിയാണ്. അതായത് അസറ്റും ലയബിലിറ്റി കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ദ ആക്ച്വൽ വർത്ത്, അതാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. കമ്പനികളുടെ നെറ്റ് വർത്ത് കാണാൻ വേണ്ടിയും ബാലൻസ് ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താണ് എ ബാലൻസ് ഷീറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് എ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ ഈ ബാലൻസ് ഷീറ്റിനെ നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഷോസ് ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന 2 മേജറായിട്ടുള്ള ഡൗട്ട് എന്ന് പറയുന്നത്, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാമാണ് ആ ബിസിനസ്സിൻ്റെ അസറ്റ്, എന്തെല്ലാമാണ് ആ ബിസിനസ്സിൻ്റെ ലയബിലിറ്റി, എന്തെല്ലാമാണ് അതിൻ്റെ ഇക്വിറ്റി എന്ന് വരുന്നത് ഒരു ഡൗട്ടാണ്. രണ്ടാമത്തെ ഡൗട്ട് എന്ന് പറയുന്നത്, തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ കഴിഞ്ഞ് കാണിച്ചു, ഇങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് ബിസിനസ്സിൻ്റെ വരുന്നത് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ വരുന്നത്. എങ്ങനെയാണ് ഇത് 2 സൈഡും ടാലി ആവുന്നത്, അല്ലെങ്കിൽ 2 സൈഡും, അതായത് ടോട്ടൽ എമൗണ്ട് നമ്മൾ അസറ്റ് നോക്കുമ്പോഴും ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി നോക്കുമ്പോഴും അത് ഈക്വലായിട്ട് വരുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് ബാലൻസ് ആവുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇനി വരുന്ന നെക്സ്റ്റ് സ്ലൈഡിൽ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ, ഞാൻ തൊട്ട് സ്ലൈഡിൽ പറഞ്ഞ ആ 2 ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ അല്ല, ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കമ്പനിയുടെ ബാധ്യതകളും അതുപോലെ തന്നെ ഇക്വിറ്റി, ഓണറിൻ്റെ ഷെയറും. ഓക്കെ, അപ്പം ഹെഡിങ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ഐറ്റംസ് എഴുതിയിട്ടില്ല. റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അസറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റിയുടെ താഴെയായിട്ട് സോഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ, അതായത് സോഴ്സ് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ള പൈസയുടെ ഉറവിടങ്ങളാണ് ലയബിലിറ്റിയും ഇക്വിറ്റിയും. ഓക്കെ, അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഫണ്ട് അപ്ലൈ ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഓക്കെ, അപ്പം സോഴ്സ് ഓഫ് ഫണ്ടും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ ലാസ്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി സൈഡിൽ ലോൺ ഫ്രം ബാങ്ക്. ഞാൻ എൻ്റെ കമ്പനി ആണിത്, എൻ്റെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് ഇത്. നോക്കുക, ഞാൻ ഈ കമ്പനി തുടങ്ങുന്നതിനായിട്ട് ബാങ്കിൽ നിന്ന് ഒരു 90 ലക്ഷം രൂപ ലോൺ എടുത്തു. അപ്പോൾ ഇത് വരുന്നത് എവിടെയാണ്? ലയബിലിറ്റി സൈഡിലാണ്. അതായത് എനിക്ക് ഫണ്ട് കിട്ടി, സോഴ്സ് ഓഫ് ഫണ്ട് ബാങ്ക് പൈസ തന്നു. ഓക്കെ, എൻ്റെ ബാധ്യതയാണത്. തിരിച്ച് ഇൻട്രസ്റ്റോട് കൂടി ആ ബാങ്കിന് കൊടുക്കണോ ഈ പൈസ? ഓക്കെ, അപ്പം ലയബിലിറ്റി സൈഡിൽ ഫസ്റ്റ് വന്നു ലോൺ ഫ്രം ബാങ്ക് 90. ഇനി എന്ത് ചെയ്യണം? ഈ ഫണ്ടിനെ അപ്ലൈ ചെയ്യണം. ഓക്കെ, എന്താവും? അപ്പം നോക്കൂ, അസറ്റ് സൈഡിൽ ഞാനൊരു 40 ലക്ഷം രൂപയ്ക്ക് ഒരു ബിൽഡിങ് വാങ്ങി.
മെഷീനറി ഒരു 30 രൂപയ്ക്ക് വാങ്ങി. 30 രൂപ 30 ലക്ഷം. ക്യാഷ് അറ്റ് ബാങ്ക് ഒരു 20 ലക്ഷം രൂപ ബാങ്കിലോട്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇവിടെ 90 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ എൻ്റെ ലയബിലിറ്റി സൈഡിൽ എന്ത് വന്നു? ലോൺ ഫ്രം ബാങ്ക്. സോഴ്സ് ഓഫ് ഫണ്ട് മനസ്സിലായല്ലോ. ഫണ്ട് വന്ന വഴി ബാങ്കിൽ നിന്നാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ലയബിലിറ്റി സൈഡിൽ ലോൺ ഫ്രം ബാങ്ക് 90 ലക്ഷം. ഈ 90 ലക്ഷം നേരെ പോയത് എങ്ങോട്ടാണ്? 1 രൂപ കുറയാതെ നേരെ അസറ്റ് സൈഡിലേക്ക് മാറി. അതായത് ഈ സോഴ്സ് ഓഫ് ഫണ്ടിനെ ഞാൻ അപ്ലൈ ചെയ്തു, അസറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ബിൽഡിങ്ങിന് 40 ലക്ഷം, മെഷീനറിക്ക് 30 ലക്ഷം, കുറച്ച് ബാങ്കിലോട്ട് ക്യാഷ് അറ്റ് ബാങ്ക് 20. അപ്പം 40, 30, 20, 90. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈബിലിറ്റി സൈഡിൽ 90, അസറ്റ് സൈഡിലും 90 ആയി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ട്സ് പേയബിൾ. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പേ ചെയ്യാനുള്ളത്. ഓക്കെ, അതായത് ഈ അക്കൗണ്ട്സ് പേയബിളിൽ ചിലപ്പോൾ എന്തായിരിക്കും? സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ക്രെഡിറ്റ് വാങ്ങിയിട്ടുണ്ടാവും സാധനങ്ങൾ. അങ്ങനെ ഒരു 30 ലക്ഷം രൂപ അവിടെ കിടക്കുക. അതും എന്താണ്? ഞാൻ തിരിച്ചു കൊടുക്കാനുള്ളതാണ്, ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ 30 ലക്ഷം രൂപ അസറ്റിലേക്ക് എന്താ? അതായത് സപ്ലൈസിൻ്റെ അടുത്ത് നിന്ന് ക്രെഡിറ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ. അത് അസറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും? റോ മെറ്റീരിയൽസ് ആയിട്ട് ഞാൻ കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ഒരു 20 ലക്ഷം രൂപ റോ മെറ്റീരിയൽസ് ആയിട്ടുണ്ട്. ഇൻവെൻട്രി ആയിട്ട് ഒരു 10 ലക്ഷം രൂപ. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് കേട്ടോ. ലയബിലിറ്റി സൈഡിൽ ഇപ്പം എഗെയിൻ ഒന്നുകൂടി വന്നു. എന്ത്? അക്കൗണ്ട്സ് പേയബിൾ. അതായത് ഞാൻ കുറച്ച് ആൾക്കാരുടെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യണം, അല്ലെ അവരിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട്, പേ ചെയ്തിട്ടുണ്ട്, അവർ എനിക്ക് പേ ചെയ്തിട്ടുണ്ട്, ഞാൻ അവർക്ക് തിരിച്ച് പേ ചെയ്യണം. അക്കൗണ്ട്സ് പേയബിൾ 30 ലക്ഷം രൂപ. അതിൽ വരുന്നത് എന്താണ്? ഇതുപോലത്തെ ഷോർട്ട് ടൈം ലോൺസ് ഒക്കെയാണ്. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് ഞാൻ സാധനം കടം വാങ്ങിയിട്ടുണ്ട്. ഒരു 30 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കടം ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് അസറ്റിലേക്കായിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ്? റോ മെറ്റീരിയൽസിൽ ഒരു 20ഉം ഇൻവെൻട്രിയിൽ ഒരു 10ഉം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ ലൈബിലിറ്റിയിൽ സോഴ്സ് ഓഫ് ഫണ്ട് അക്കൗണ്ട്സ് പേയബിൾ. അതായത് 30 ലക്ഷം രൂപ വന്ന വഴി എന്ന് പറയുന്നത് അക്കൗണ്ട്സ് പേയബിൾ ആണ്. ആ 30 ലക്ഷം രൂപ നേരെ അസറ്റിലേക്ക് പോയപ്പോൾ എന്തായി? അത് റോ മെറ്റീരിയൽസ് ഒരു 20ഉമായി, ഇൻവെൻട്രി ഒരു 10ഉമായി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ ഓണേഴ്സ് ഇക്വിറ്റി. അതായത് എൻ്റെ കയ്യിലുള്ള ക്യാഷല്ല ഞാൻ ഇതുവരെ യൂസ് ചെയ്തത്. ഒന്ന് ലോണ്, ബാങ്കിൻ്റെ കാശ് 90 ലക്ഷം, ഒന്ന് അക്കൗണ്ട്സ് പേയബിൾ 30 ലക്ഷം രൂപ. അതായത് ക്രെഡിറ്റേഴ്സിന് വാങ്ങിയതാണ്. ഇനി എൻ്റെ കാശ്, അല്ലെങ്കിൽ ഞങ്ങളൊരു 3 ആളുകൾ പാർട്ട്നേഴ്സായിട്ടാണ് ഈ കമ്പനി തുടങ്ങുന്നത്. ഓരോരുത്തരും 20 അല്ലേ? 20 60 ലക്ഷം രൂപ ഓണേഴ്സിൻ്റെ കാശാണ്. ഈ ഓണേഴ്സിൻ്റെ കാശ്, ഓണേഴ്സ് ഇക്വിറ്റി എങ്ങനെയാണ് ഒരു ലയബിലിറ്റി ആയിട്ട് വന്നത്? അത് നെക്സ്റ്റ് സ്ലൈഡിൽ മനസ്സിലാക്കാം. ഇപ്പം മനസ്സിലാക്കുക, ഓണേഴ്സ് ഇക്വിറ്റി അതായത് തിരിച്ച് നമ്മൾ ബിസിനസ്സിലേക്ക് പൈസ ഇട്ട് ഇനി തിരിച്ച് നമുക്ക് കിട്ടേണ്ടത്. അപ്പം തൽക്കാലം ഓണേഴ്സ് ഇക്വിറ്റി ആയിട്ട് 60 ലക്ഷം രൂപ. ഈ 60 ലക്ഷം രൂപ അസറ്റിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്? നമ്മളൊരു 30 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങി, കുറച്ച് സ്ഥലം വാങ്ങി. അതുപോലെ നമ്മളൊരു 20 ലക്ഷം രൂപയ്ക്ക് കുറച്ച് എക്യുപ്മെൻറ്റ്സ് വാങ്ങി. അതുപോലെ തന്നെ നമ്മൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് വെഹിക്കിൾ, നമ്മളുടെ ട്രാൻസ്പോർട്ടേഷനും നമ്മളുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വെഹിക്കിളും വാങ്ങി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഇവിടെ ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റിയിൽ ലോൺ ഫ്രം ബാങ്ക് നമ്മളൊരു 90 ലക്ഷം രൂപ എടുത്തു. അത് ബിൽഡിങ്ങിനായിട്ടും മെഷീനറിക്കായിട്ടും ക്യാഷിനുമായിട്ടും നമ്മൾ അപ്ലൈ ചെയ്തു. അതാണ് സോഴ്സ് ഓഫ് ഫണ്ടും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് അക്കൗണ്ട്സ് പേയബിൾ. നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ സപ്ലൈസിൻ്റെ അടുത്ത് ക്രെഡിറ്റ് വാങ്ങി സാധനങ്ങൾ. അത് റോ മെറ്റീരിയൽസ് ആയിട്ടും അതുപോലെ തന്നെ ഇൻവെൻട്രി ആയിട്ടും നമ്മളത് അവിടെ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഓണേഴ്സ് ഇക്വിറ്റി. ഈ ബിസിനസ്സിൻ്റെ ഞങ്ങൾ 3 ഓണേഴ്സാണ്. 20. ഓക്കെ, ഇതാണ് നമ്മൾ റേസ് ചെയ്ത ക്യാപിറ്റൽ, ഓരോരുത്തരുടെ ഷെയർ. ഈ 60 ലക്ഷം രൂപ ലാൻഡിനായിട്ടും എക്യുപ്മെൻറ്റിനായിട്ടും വെഹിക്കിളിനായിട്ടും നമ്മൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ടോട്ടൽ എത്ര വരും? ടോട്ടൽ എന്ന് പറയുന്നത് ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി എന്ന് പറയുന്നത് 1.8 CR ആണ്. അതായത് 1,80 ലക്ഷം രൂപയാണ് നമ്മളുടെ ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി വരുന്നത്. അസറ്റിലേക്ക് വരുമ്പോഴും എങ്ങനെയാണ്? അത്ര തന്നെ വരും. ഇപ്പം മനസ്സിലായോ രണ്ട് സൈഡും എങ്ങനെയാണ് ബാലൻസ് ആവുന്നത്? അതായത് ഒരു കമ്പനിയിലേക്ക് നമ്മളൊരു കാശ് ഇറക്കിയാൽ, നമ്മളൊരു ഫണ്ട് ഇറക്കിയാൽ, ആ ഇറക്കിയ 1 രൂപയുടെ സാധനം അപ്പുറത്തുണ്ടാവും. മനസ്സിലായല്ലോ? നമ്മൾ ബാങ്കിൽ നിന്ന് 90 എടുത്താണെങ്കിൽ ആ 90 രൂപ അസറ്റിൽ ഒരുപാട് കാര്യങ്ങളിലായിട്ട് നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ലയബിലിറ്റി സൈഡും ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി സൈഡും അസറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അതായത് 1 രൂപ നമ്മൾ കമ്പനിയിലേക്ക് ഇറക്കിയാൽ, 1 രൂപ നമ്മൾ കമ്പനിയുടെ ആവശ്യത്തിനായിട്ട് ഇറക്കിയാൽ അത് അസറ്റ് സൈഡിൽ ആ 1 രൂപയുടെ സംഭവം അവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? നമ്മളൊരു 100 രൂപ നമ്മളുടെ കമ്പനിയിലേക്ക് ഇറക്കിയാൽ അത് ലയബിലിറ്റി ആയിരിക്കും. അതായത് തിരിച്ച് ആ 100 രൂപ നമുക്ക് കിട്ടണം.
പക്ഷേ ആ 100 രൂപ കൊണ്ട് ഇപ്പുറത്ത് എന്തായിരിക്കും, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും. ജസ്റ്റ് മനസ്സിലാക്കുക, ലയബിലിറ്റി ആയിട്ട് വരുന്നത്, അസറ്റ് ആയിട്ട് വരുന്നത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് രണ്ടും ബാലൻസ് ആവുന്നതെന്ന് മനസ്സിലായല്ലോ. ഇവിടെ സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഈ സോഴ്സ് ഓഫ് ഫണ്ടിനെ ഇപ്പുറത്തേക്ക് അസറ്റ് സൈഡിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ ഡൗട്ട് ക്ലിയർ ആയി. രണ്ടാമത്തെ ഡൗട്ട് ഒന്നുകൂടി നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടി പോവാണ്. വൈ ഇറ്റ് ഈസ് കോൾഡ് ബാലൻസ് ഷീറ്റ്? ഒരു ബാലൻസ് ഷീറ്റിനെ ബാലൻസ് ആവുന്ന ഷീറ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇറ്റ്സ് കോൾഡ് എ ബാലൻസ് ഷീറ്റ് ബിക്കോസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ. എന്താണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ? അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. ഓക്കെ, നമ്മളുടെ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ, ഒരു ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അസറ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളുടെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലയബിലിറ്റിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും. ഓക്കെ, ഇതിന്ന് രണ്ടൊന്നും വരുന്ന കാശ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അസറ്റിലേക്കായിരിക്കും. ഇതാണ് ആക്ച്വലി എന്ത്? ബാലൻസ് ഷീറ്റ് ടാലി ആക്കി വെക്കുക. ടാലി ആകണം. ഓക്കെ, അപ്പം ഇവിടെ നോക്കൂ നിങ്ങൾ, അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അസറ്റ്സ് എന്ന് പറയുമ്പോൾ വാട്ട് ദ കമ്പനി ഓൺസ്. എന്തൊക്കെയാണ്? ക്യാഷ്, പ്രോപ്പർട്ടി, ഇൻവെൻട്രി, എക്സെട്ര. ഇതൊക്കെ എന്താണ്? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അസറ്റ്സ് ആണ്. അതായത് ഭാവിയിൽ വിറ്റ് കാശാക്കാൻ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? വാട്ട് ദ ബിസിനസ് ഓസ്, അതായത് തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ. അതായത് ലോൺ ഉണ്ടാവും, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള അക്കൗണ്ട്സ് പേയബിൾ ആയിരിക്കാം, ടാക്സ് ഡ്യൂ, കുറേ ടാക്സ് അടയ്ക്കാത്ത അതിൻ്റെ ഡ്യൂ ആയിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ എന്താണ് ലയബിലിറ്റീസ് ആയിരിക്കും. നെക്സ്റ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓണേഴ്സിൻ്റെ എമൗണ്ട് ആണ്. അതായത് ഓണേഴ്സിൻ്റെ ഷെയർ ആണ് ആക്ച്വലി ഇക്വിറ്റി എന്ന് പറയുന്നത്. അതും ആക്ച്വലി എന്താണ്? ഒരു ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദ വേർഡ് ബാലൻസ് കംസ് ബിക്കോസ് ദ ടു സൈഡ്സ് ഓൾവേസ് ടാലി. രണ്ട് സൈഡും ടാലി ആയിരിക്കും. അതായത് ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റിയും അതുപോലെ അസറ്റ് സൈഡും ടാലി ആയിരിക്കും. എവറി അസറ്റ് ഈസ് ഫൈനാൻസ്ഡ്. അതായത് ഏതൊരു അസറ്റിനും ഫൈനാൻസ് വന്നിരിക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഒന്നെങ്കിൽ ലയബിലിറ്റിന്നോ അല്ലെങ്കിൽ ഇക്വിറ്റിന്നോ ആയിരിക്കും. ഇപ്പോൾ ചെറുങ്ങനെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് കൂടാതെ വൈ ഇറ്റ്സ് കോൾഡ് ബാലൻസ് ഷീറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നുകൂടിയുണ്ട്. എന്താണ്? ബാലൻസ് ഷീറ്റ് ബാലൻസ് ബിക്കോസ് ഇൻ ലിക്വിഡേഷൻ അസറ്റ്സ് ആർ സോൾഡ് ടു പേ ലയബിലിറ്റീസ് ഫസ്റ്റ് ആൻഡ് ദ ലെഫ്റ്റ് ഓവർ ഗോസ് ടു ഓണേഴ്സ് ഇക്വിറ്റി. അതായത് രണ്ട് സൈഡും ബാലൻസ് ആക്കി വെക്കുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ലയബിലിറ്റി. ഓക്കെ, ഇവിടെ ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി. ഓക്കെ, ഇവിടെ അസറ്റ്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ലയബിലിറ്റീസ് എല്ലാം കൂട്ടി 50 ലക്ഷവും ഇവിടെ അസറ്റ്സ് എല്ലാം കൂട്ടിയിട്ട് 50 ലക്ഷം രൂപ ഉണ്ട്. ഓക്കെ, ടാലിയാണ്, ബാലൻസ് ആണ്. ഇവിടെ എന്ത് ചെയ്യും? കമ്പനി ഇൻ കേസ് വൈൻഡപ്പ് ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ, അതായത് കമ്പനി പൂട്ടിപ്പോകേണ്ട സാഹചര്യം വരികയാണെങ്കിൽ കമ്പനീസിൽ നിന്ന് പൈസ കിട്ടാനുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു ലിക്വിഡേഷൻ പ്രോസസ്സ് ഉണ്ട്. അതായത് എന്താണ്? ഒരു കമ്പനി ഇൻസോൾവൻസി ഡിക്ലെയർ ചെയ്താൽ അല്ലെങ്കിൽ ബാങ്ക്രപ്സി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിക്വിഡേഷൻ പ്രോസസ്സ്, അതായത് എന്ത് ചെയ്യും? കമ്പനിയുടെ അസറ്റ്സ് എല്ലാം വിൽക്കും. അസറ്റ്സ് എല്ലാം വിറ്റിട്ട് ലയബിലിറ്റീസ് എല്ലാം പേ ചെയ്യും. ഓക്കെ, അപ്പം 50 ലക്ഷം രൂപയുടെ അസറ്റ്സ് വിറ്റ് 50 ലക്ഷം രൂപയുടെ ലയബിലിറ്റി എല്ലാം അപ്പോൾ കിട്ടേണ്ടവർക്കൊക്കെ കിട്ടും. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ അത് നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ബാങ്ക് ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്കവിടെ സെക്യൂരിറ്റി ആയിട്ട്, അതായത് നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു 10 ലക്ഷം രൂപയുടെ ലോണാണെങ്കിൽ ആ 10 ലക്ഷം രൂപയുടെ മുകളിൽ മൂല്യം വരുന്ന ഒരു സെക്യൂരിറ്റി നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങും. അത് ചിലപ്പോൾ എന്തായിരിക്കും? നമ്മളുടെ പ്രോപ്പർട്ടീൻ്റെ ഡോക്യുമെൻ്റ് ആയിരിക്കും. ഇതെന്തിനാണ് വാങ്ങി വെക്കുന്നത്? ഇൻ കേസ് നമ്മളുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആ ലോൺ നമുക്ക് അടയ്ക്കാൻ വന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ ആ സെക്യൂരിറ്റി എന്ത് ചെയ്യും? ബാങ്കുകാർ ലിക്വിഡേറ്റ് ചെയ്യും. അതായത് എന്ത് ചെയ്യും? അത് വിറ്റിട്ട് അവരുടെ കാശ് എടുക്കും. ഈ സെയിം കാര്യമാണ് ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മളുടെ ഇതുവരെയുള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മൾ DMart ആനുവൽ റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടായിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. അതായത് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ നോക്കിയത് DMart തന്നെ ആയിരുന്നു. DMart ആനുവൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ കമ്പനി ഓവർവ്യൂവിൽ
നമ്മൾ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എല്ലാം പഠിച്ചു. അതുപോലെ നെക്സ്റ്റ് എന്തായിരുന്നു, മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതും നമ്മൾ എന്താണ് ഡി മാർട്ടിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്താണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ബാലൻസ് ഷീറ്റും ആക്ച്വലി എന്താണ്, നമ്മൾ ഡി മാർട്ട് തന്നെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആനുവൽ റിപ്പോർട്ട് എടുക്കുന്നത് ഒന്നുകൂടി കാണിച്ചു തരാം. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, screener.in. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്ക്രീനർ. ഇത് നേരെ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മളുടെ നമ്മളുടെ ഏതാണ് ഡി മാർട്ട് ഓപ്പൺ ചെയ്യുന്നു. അവന്യൂ സൂപ്പർ മാർട്ട് എന്നായിരിക്കും. നേരെ ഇൻ്റർഫേസ് വരുന്നു, നേരെ ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നു. ഇവിടെ ആനുവൽ റിപ്പോർട്ട് ലേറ്റസ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നേരെ എന്താണ്, ഓട്ടോമാറ്റിക്കലി എന്താണ് ഇത് ഡൗൺലോഡ് ആവും. ഓക്കെ, നേരെ ഫസ്റ്റ് പേജിലേക്ക് പോയാൽ ഇവിടെ കോണ്ടൻസ് എന്ന് കാണാം. ഈ കോണ്ടൻസിൽ കമ്പനി ഓവർവ്യൂ എന്ന് കണ്ടല്ലോ, ഇതായിരുന്നു നമ്മളുടെ ക്വാളിറ്റേറ്റീവ്. ഓക്കെ, ക്വാളിറ്റേറ്റീവ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ്, ഇവിടെ കൺസോളിഡേറ്റഡ് അക്കൗണ്ട് ഒന്നും കാണാം, അതുപോലെ ഇവിടെ സ്റ്റാൻഡ് അലോൺ അക്കൗണ്ട്സ് ഒന്നും കാണാം, കൺസോളിഡേറ്റഡ് അക്കൗണ്ട്സ് ഒന്നും കാണാം. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലും നമ്മൾ പറഞ്ഞിരുന്നു, അക്കൗണ്ട്സ് 2 തരത്തിലുണ്ട്, സ്റ്റാൻഡ് അലോണും ഉണ്ട്, കൺസോളിഡേറ്റഡും ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റാൻഡ് അലോൺ ബാലൻസ് ഷീറ്റ് ഒന്നും കാണാം, അതുപോലെ തന്നെ ഇവിടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഒന്നും കാണാം. എന്താണ് ഇത് രണ്ടും വ്യക്തമാക്കുന്നത്, അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡ് അലോൺ. ഓക്കെ, കമ്പനിയുടേത് മാത്രം, അവന്യൂ സൂപ്പർ മാർട്ട് മാത്രം. അപ്പോൾ എന്ത് ചെയ്യുന്നു, 134 ഞെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതാണ് ആക്ച്വലി എന്ത്, അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് അലോൺ ബാലൻസ് ഷീറ്റ്, അതുപോലെ ആസ് അറ്റ് 31 മാർച്ച്, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അസറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അസറ്റ്സ് നോൺ കറണ്ട് അസറ്റ്സ് കൊടുത്തിട്ടുണ്ട്, കറണ്ട് അസറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഇവിടെ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാല്യൂ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കൂ, ഇക്വിറ്റീസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നും. ഓക്കെ, അപ്പം ഇനി ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റെല്ലാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഇത് കണ്ടിട്ട് പഠിക്കാൻ വേണ്ടി പറ്റില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുക. ഇത് പഠിച്ചെടുക്കണം എന്ന് താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ടേക്ക് ഇരുന്ന് കാണുക. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ഹെഡിങ് ആണ്. ചില ബാലൻസ് ഷീറ്റിൽ സ്റ്റാൻഡ് അലോൺ ബാലൻസ് ഷീറ്റ് എന്നും ചില ബാലൻസ് ഷീറ്റിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നും പറഞ്ഞിട്ട് ഹെഡിങ് വരും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡ് അലോൺ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി, ഈ താഴത്തെ ഡാറ്റയോ അല്ലെങ്കിൽ ഇവിടെ എഴുതി വെച്ചൊന്നും നോക്കണ്ട. സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കമ്പനിയാണോ നോക്കുന്നത് ആ കമ്പനിയുടെ ഡാറ്റ മാത്രമേ അതിലുണ്ടാവൂ. ഓക്കെ, കമ്പനിയുടെ ഡാറ്റ മാത്രമേ അതിലുണ്ടാവൂ. ഇനി നമ്മൾ കൺസോളിഡേറ്റഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ കമ്പനിയും അതുപോലെ ആ കമ്പനി ഓൺ ചെയ്യുന്ന മറ്റ് സബ്സിഡറി കമ്പനീസ് ഉണ്ടല്ലോ, അവരുടെ ഡാറ്റാസ് കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് ഡിമാർട്ട് അല്ല, അദാനി എൻ്റർപ്രൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അദാനി എൻ്റർപ്രൈസ്, ഓക്കെ, സ്റ്റോക്കാണ്. ഈ അദാനി എൻ്റർപ്രൈസിൻ്റെ താഴെയായിട്ട്, അതായത് ആ ഒരു കമ്പനിയുടെ കീഴിൽ അദാനി അഗ്രിഫ്രഷ് ഉണ്ട്, അദാനി സിമെൻ്റ് ഉണ്ട്, അദാനി വിൽമർ ഉണ്ട്, അദാനി ഷിപ്പിംഗ് ഉണ്ട്, അദാനി മൈനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ അദാനി എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് പേരൻ്റ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്നാണ് നമ്മൾ വിളിക്കുക. പാരൻ്റ് കമ്പനി അല്ലേ, ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, ഇനി ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അദാനി അഗ്രിഫ്രഷ്, അദാനി സിമെൻറ്റ്, അദാനി വിൽമർ, അദാനി ഷിപ്പിംഗ്, അദാനി മൈനിങ്. ഈ കമ്പനികളെയൊക്കെ എന്താ പറയുന്നത്, സബ്സിഡറീസ് എന്നാണ്. അപ്പോൾ ചോദിക്കുകയാണ്, അദാനി എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡറി കമ്പനീസ് ഏതൊക്കെയാണ്? ഇതൊക്കെ എന്താണ്, ഇതല്ല, ഇതിൽ കൂടുതലുണ്ട്. NDTV ഉണ്ട്, അംബുജ സിമെൻ്റ് ഉണ്ട്, ഇതെല്ലാം എന്താണ്, അദാനി എൻ്റർപ്രൈസ് അക്വയർ ചെയ്ത കമ്പനീസാണ്. ഓക്കെ, അവരുടെ സബ്സിഡറീസ് ആണ്. അങ്ങനെയാണെങ്കിൽ അദാനി എൻ്റർപ്രൈസിൻ്റെ സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ കമ്പനി, ആ കമ്പനിയുടെ മാത്രം സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കിട്ടുക നമുക്ക്. അദാനി എൻ്റർപ്രൈസിൻ്റെ സ്റ്റാൻഡ് അലോൺ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അദാനി എൻ്റർപ്രൈസിൻ്റെ മാത്രം ഡാറ്റ അടങ്ങിയ ബാലൻസ് ഷീറ്റ് ആയിരിക്കും. ഇനി അദാനി എൻ്റർപ്രൈസിൻ്റെ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അദാനി ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്വയർ ചെയ്ത ഈ ഓരോ സബ്സിഡറി കമ്പനീസിൻ്റെ എല്ലാ ഡാറ്റയും കൂടി കൂട്ടിയിട്ടുള്ളതായിരിക്കും കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്.
ഓക്കെ. അപ്പം സ്റ്റാൻഡ് അലോൺ എന്ന് പറയുമ്പോൾ ആ കമ്പനി മാത്രം, കൺസോളിഡേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ കമ്പനി ഓൺ ചെയ്യുന്ന എല്ലാ കമ്പനീസിൻ്റെ ഡാറ്റയും കൂടി കൂട്ടിയിട്ട് ഒന്ന്. ഓക്കെ, അതാണ് കമ്പൈൻഡ് ഇൻക്ലൂഡിങ് ദ പാരൻറ്റ് കമ്പനി ആൻഡ് ഇറ്റ്സ് സബ്സിഡറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഹെഡിങ് വരുന്നത് മനസ്സിലായല്ലോ. കമ്പനികൾക്ക് സബ്സിഡറീസ് ഉണ്ടെങ്കിൽ അവിടെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാവും, അതുപോലെ സ്റ്റാൻഡ് അലോൺ സ്റ്റേറ്റ്മെൻറ്റ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റും മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്തു, നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഓക്കെ, എന്താണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി എന്നാണ്. അസറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റിയും ഇക്വിറ്റിയും കൂടി കൂട്ടിയതായിരിക്കും ആക്ച്വലി അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റിൽ വരുന്നത് എന്തൊക്കെയാണ്, കറൻറ്റ് അസറ്റ്സും നോൺ കറൻറ്റ് അസറ്റ്സും. എന്താണ് കറൻറ്റ് അസറ്റ്സ്? കറൻറ്റ് അസറ്റ്സ് എന്താണ്? കറൻറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന ഷോർട്ട് ടേം അസറ്റ്സുകൾ, ഇതാണ് ആക്ച്വലി എന്ത്, കറൻറ്റ് അസറ്റ്സ്. കറൻറ്റ് ഇപ്പോൾ കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന അസറ്റ്സ്, ഇതാണ് കറൻറ്റ് അസറ്റ്സ്. ഇനി നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കമ്പനിയുടെ ഓപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന, അതായത് അത് വിറ്റ് കാശാക്കാൻ ഒരുപാട് കാലം എടുക്കും. ഓക്കെ, അത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അത് കാശാക്കി മാറ്റുന്നതെങ്കിൽ അതിനെ നോൺ കറൻറ്റ് അസറ്റ്, അതായത് ഒരു വർഷത്തിനും കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അസറ്റ്സ് മനസ്സിലായല്ലോ. അസറ്റ്സിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, കറൻറ്റ് അസറ്റ്സും നോൺ കറൻറ്റ് അസറ്റ്സും. ഈ കറൻറ്റ് അസറ്റ്സിൽ പിന്നെ ഉള്ളൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, അസറ്റ്സിനെ അഗെയിൻ രണ്ടായി തിരിച്ചിട്ടുണ്ട്, ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ്സും. ഓക്കെ, അപ്പോൾ കറൻറ്റ് അസറ്റ്സിലും ഇൻടാഞ്ചിബിൾ അസറ്റ്സും ടാഞ്ചിബിൾ അസറ്റ്സും ഉണ്ടാവും, നോൺ കറൻറ്റ് അസറ്റ്സിലും ടാഞ്ചിബിൾ അസറ്റ്സും ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഉണ്ടാവും. ഓക്കെ, അപ്പം അസറ്റ്സ് സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കോ. അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന എന്തും ആ കമ്പനിയുടെ അസറ്റാണ്. കറൻറ്റ് അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ പെട്ടെന്ന് കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് മുകളിലേക്കായിട്ട് കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന അസറ്റ്സ്. ഇനി ലയബിലിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിലും അവിടെ എന്താണ്, കറൻറ്റ് ലയബിലിറ്റി, നോൺ കറൻറ്റ് ലയബിലിറ്റി. ഓക്കെ, കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഷോർട്ട് ടേം ആയിട്ട് കൊടുത്ത് തീർക്കുന്ന ബാധ്യതകളെല്ലാം നമ്മൾ കറൻറ്റ് ലയബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. നോൺ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ആ ബാധ്യതകൾ കൊടുത്തു കഴിയാൻ വേണ്ടിയിട്ട് കാലതാമസം എടുക്കും, ലോങ് ടേം ലയബിലിറ്റീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അസറ്റ്സ് നമ്മൾ കറൻറ്റ് അസറ്റ്സും നോൺ കറൻറ്റ് അസറ്റ്സും പറഞ്ഞു. ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, കറൻറ്റ് ലയബിലിറ്റി ഉണ്ട്, നോൺ കറൻറ്റ് ലയബിലിറ്റി ഉണ്ട്. ഇനി ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇക്വിറ്റി എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതായത് ഇക്വിറ്റിയിൽ വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതായത് ഓണേഴ്സിൻ്റെ ക്യാഷ്, ഓണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ, അതുപോലെ ഓണേഴ്സ് മീൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ. നെക്സ്റ്റ് എന്താണ്, റിസർവ് ആൻഡ് സർപ്ലസ്. ഈ റിസർവ് ആൻഡ് സർപ്ലസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്, ഓക്കെ, ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്, ഇവിടെ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഈ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്, അതായത് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനുമായിട്ട് വീതിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഷെയറിന് എത്ര രൂപ വരും, അതാണ് നമ്മളുടെ EPS എന്ന് പറയുന്നത്. ഓക്കെ, ഈ EPSനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് പറയുന്നത് ഡിവിഡൻ്റായിട്ടും കൊടുക്കും, നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിനെ റീറ്റെയിൻ ചെയ്യും, അതായത് ഫ്യൂച്ചർ ബെനിഫിറ്റിനായിട്ട് മാറ്റിവെക്കും. അപ്പോൾ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതാണ് ആക്ച്വലി എന്ത്, റിസർവ് ആൻഡ് സർപ്ലസ്. അത് നമ്മളുടെ ഇക്വിറ്റിയിലായിരിക്കും വരുന്നത്. അതായത് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ഷെയറിന് എത്ര രൂപ വരും, അതാണ് EPS, ഏണിംഗ് പെർ ഷെയർ. ഒരു ഷെയർ എത്ര രൂപ ഏൺ ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ 50 രൂപയായിരിക്കും. ഓക്കെ, 50 രൂപയായിരിക്കും. ഈ 50 രൂപയിൽ 30 രൂപ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് കൊടുത്തു, അതായത് പ്രോഫിറ്റിന് ഒരു പോർഷൻ ഡിവിഡൻ്റായിട്ട് കൊടുത്തു. ബാക്കി വരുന്നത് എത്രയാണ്, 20 രൂപയാണ്. ഈ 20 രൂപയാണ് റീറ്റെയിൻഡ് ഏണിങ്സ്. അതിനെ നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയും. അതായത് കമ്പനിയുടെ ഫ്യൂച്ചർ കാര്യങ്ങൾക്ക്, ഇന്നോവേഷൻസിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് മാറ്റിവെക്കുന്ന കാശ്. അങ്ങനെ നമ്മൾ ഇക്വേഷൻ ഒന്നുകൂടി പറയുകയാണ്, അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റിയാണ്. അസറ്റ് എന്ന് പറയുന്നത് നോൺ കറൻറ്റ് അസറ്റ് ആൻഡ് കറൻറ്റ് അസറ്റ്സ്. ഓക്കെ, കറൻറ്റ് അസറ്റ്സ് ആൻഡ് നോൺ കറൻറ്റ് അസറ്റ്സ്. നമ്മൾ എന്തെല്ലാമാണ് കറൻറ്റ് അസറ്റ്സ്, അതുപോലെ എന്തെല്ലാമായിരിക്കും ഒരു കമ്പനിയുടെ നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റീസ്, കറൻറ്റ് ലയബിലിറ്റി, ഏതെല്ലാമാണ് ഒരു കമ്പനിയുടെ കറൻറ്റ് ലയബിലിറ്റി എന്നും ഏതെല്ലാമാണ് ഒരു കമ്പനിയുടെ നോൺ കറൻറ്റ് ലയബിലിറ്റി എന്നും ലിസ്റ്റ് ഔട്ട് നമ്മൾ ചെയ്യും. ഇക്വിറ്റിയിൽ വരുന്നതോ മേജർ ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് അസറ്റ് സൈഡിലേക്കാണ്. ഓക്കെ, അപ്പോൾ അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അസറ്റ് എന്ന് പറയുന്നത് കമ്പനിയിൽ അസറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് എ ബിസിനസ് ഓസ് ദാറ്റ് ഹെൽപ്പ് ടു ഏൺ മണി. ഒരു കമ്പനി ഓൺ ചെയ്യുന്ന
കാര്യങ്ങളെല്ലാം, അതായത് കമ്പനി ഓൺ ചെയ്യുന്നത്, അതായത് അത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുകയോ അത് ഫ്യൂച്ചറിൽ നമുക്ക് കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് അസറ്റാണ്. ഓക്കെ, അസറ്റിനെ തന്നെ നമ്മൾ കറണ്ട് അസറ്റ്സ് എന്നും നോൺ കറണ്ട് അസറ്റ്സ് എന്നും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് നോക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് അസറ്റ്സ് എന്താണ് കറണ്ട് അസറ്റ്സ്? നമുക്ക് ഷോർട്ട് ഡെഫിനിഷനിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് അസറ്റ്സ് ആർ അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ യൂസ്ഡ് അപ്പ് വിത്ത് 1 year ഓർ 1 ബിസിനസ് സൈക്കിൾ. ഇറ്റ് ക്യാൻ ബി ക്വിക്ക്ലി ടേൺഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഇയർ. അതായത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൺ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് ഇപ്പോഴോ ഫ്യൂച്ചറിലോ കാശ് തരുന്ന കാര്യങ്ങളെല്ലാം അസറ്റ് കാറ്റഗറിയിലാണ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അസറ്റ് കൺവേർട്ട് ചെയ്ത് അത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു 1 ഇയറിനുള്ളിൽ അല്ലെങ്കിൽ 1 ബിസിനസ് സൈക്കിളിൻ്റെ ഉള്ളിലെങ്കിൽ അതെല്ലാം കറണ്ട് അസറ്റ്സ് ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ക്വിക്ക്ലി ടേൺഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഇയർ. ഒരു കൊല്ലത്തിനുള്ളിൽ കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റണം. ഇതൊക്കെ എന്താണ്? കറണ്ട് അസറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തെല്ലാമാണ് നമ്മളുടെ കറണ്ട് അസറ്റ്സ്? നമ്മളുടെ ഇൻവെൻ്ററീസ്. ഓക്കെ, ഇൻവെൻ്ററി നമ്മൾ ഇൻവെൻ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഡക്റ്റ് എന്തായി, പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു, പക്ഷേ സോൾഡ് ആയിട്ടില്ല, നമ്മളവിടെ കിടക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇൻവെൻ്ററീസ് ആണ്. ഓക്കെ, ഇൻവെൻ്ററി എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റ്സ് ആണ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ, അതൊക്കെ നമുക്ക് എന്താണ്? വിറ്റ് 1 ഇയറിൻ്റെ ഉള്ളിൽ വിറ്റ് നമുക്ക് എന്താണ്? കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ ബാങ്ക് ബാലൻസ് നമുക്ക് എന്താണ്? പെട്ടെന്ന് തന്നെ അതെന്താണ്? ക്യാഷാക്കി മാറ്റാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നാളെ തന്നെ ക്യാഷാക്കി മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ അത് റോ മെറ്റീരിയൽസ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്ന റോ മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ അത് വിറ്റിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാശാക്കി മാറ്റാം. അതുപോലെ അക്കൗണ്ട് റിസീവബിൾസ്, അതായത് നമ്മൾ അങ്ങോട്ട് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങോട്ട് സാധനത്തിന് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടാനുള്ള കാശല്ലേ. അത് ചിലപ്പോൾ നമ്മളെന്താണ് എങ്ങനെ ആയാലും നമ്മളൊരു 1 മന്ത് 2 മന്ത് 3 മന്ത് ഒക്കെ അല്ലേ കൂടുതലായിട്ട് ക്രെഡിറ്റ് കൊടുക്കുക. അത് 1 ഇയറിന് താഴെയാണ്. അപ്പോൾ അതും നമ്മളുടെ അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നതും നമുക്കൊരു അസറ്റാണ്. അതായത് നമുക്ക് കാശ് ഇങ്ങോട്ട് വരാനുള്ളതാണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് അസറ്റ്സ് പറഞ്ഞു. കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ്സ് ആർ അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ യൂസ്ഡ് അപ്പ് വിത്തിൻ 1 ഇയർ ഓർ 1 ബിസിനസ് സൈക്കിൾ. ഇറ്റ് ക്യാൻ ബി ക്വിക്ക്ലി ടേൺഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഇയർ. എന്തൊക്കെയാണ്? ഇൻവെൻ്ററീസ് ഒരു കറണ്ട് അസറ്റ്സ് ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു കറണ്ട് അസറ്റ്സ് ആണ്, ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റ്സ് ആണ്, റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു കറണ്ട് അസറ്റ്സ് ആണ്, അതുപോലെ അക്കൗണ്ട് റിസീവബിൾസ് എക്സെട്ര. പക്ഷേ ഞാൻ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ഇയറിൻ്റെ ഉള്ളിൽ നമുക്ക് കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ് കറണ്ട് അസറ്റ്സ്. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കുന്നത് നോൺ കറണ്ട് അസറ്റ്സ് ആണ്. അതായത് നോൺ കറണ്ട് അസറ്റ്സ് നമ്മൾ വായിച്ചു നോക്കുക. നോൺ കറണ്ട് അസറ്റ്സ് ആർ ദ അസറ്റ്സ് ദാറ്റ്സ് എ ബിസിനസ് ഓൺസ് ഫോർ ലോങ് ടേം, അതായത് മോർ ദാൻ 1 ഇയർ ആൻഡ് നോട്ട് മെൻറ്റ് ഫോർ ക്വിക്ക് സെയിൽ. ലോങ് ടേം അസറ്റ് യൂസ്ഡ് ഇൻ ദ ബിസിനസ്, നോട്ട് ഫോർ ക്വിക്ക് ക്യാഷ്. അതായത് നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് വിറ്റ് കാശാക്കാൻ അല്ലെങ്കിൽ അത് വിറ്റ് കാശാക്കാൻ 1 കൊല്ലത്തിന് മുകളിലെടുക്കും. ഇൻ കേസ് ഞാൻ പറയുന്നത് മോർ ദാൻ 1 ഇയർ. പക്ഷേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ സെല്ല് ചെയ്യില്ല. അതായത് നമ്മൾ ഈ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഓപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള അസറ്റ്സ് ആണ്. അതായത് ലോങ് ടേം അസറ്റ്സ് ആണ്. അത് നമ്മളെന്താണ്? പെട്ടെന്ന് തന്നെ നമ്മൾ കാശാക്കി മാറ്റില്ല. അത് ലോങ് ടേമിനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ലോങ് ടേമിലെ നമ്മൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ വിൽക്കൂ. അതാണ് ദ മോർ ദാൻ 1 ഇയർ എന്ന് പറയുന്നത്. നോട്ട് ഫോർ ക്വിക്ക് ക്യാഷ്, നമ്മൾ പെട്ടെന്നുള്ള ഒരു കാശിനായിട്ട് ഈ സാധനങ്ങൾ വിൽക്കില്ല. ഓക്കെ, അതാണ് നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മളുടെ നോൺ കറണ്ട് അസറ്റ്സ്? ലാൻഡ്, ബിൽഡിംഗ്. ഓക്കെ, അതായത് ഇപ്പോൾ കമ്പനിക്ക് പെട്ടെന്ന് ചെറിയൊരു പൈസേൻ്റെ ആവശ്യം വന്നു, പെട്ടെന്ന് അങ്ങോട്ട് ലാൻഡ് വിൽക്കുമോ? ഇല്ല, അത് ലോങ് ടേമിനായിട്ട് വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് വിറ്റാൽ കാശ് കിട്ടും. ഓക്കെ, പക്ഷെ എന്താണ്? അത് ലോങ് ടേം അസറ്റ്സ് ആണ്, നോട്ട് ഫോർ ക്വിക്ക് ക്യാഷ് അല്ല. അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി, വെഹിക്കിൾസ്, പാറ്റേൺസ്, അതുപോലെ ട്രേഡ് മാർക്സ്, അതുപോലെ ഫർണിച്ചർ, എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നോൺ കറണ്ട് അസറ്റ്സ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, നോൺ കറണ്ട് അസറ്റ്സ്. അപ്പം മനസ്സിലാക്കുക, അസറ്റ്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് അസറ്റ്സും. ഓക്കെ, കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റും. കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് അപ്പോൾ വിത്തിൻ 1 ഇയർ, ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ. അതായത് ഇൻവെൻ്ററീസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതൊക്കെ എന്താണ്? 1 ഇയറിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു. എന്തൊക്കെയാണ്? ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി, വെഹിക്കിൾസ്, അതുപോലെ തന്നെ പാറ്റേൺസ്, ട്രേഡ് മാർക്ക്, ഫർണിച്ചർ, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ എന്താണ്? നമുക്ക് ക്യാഷാക്കി മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷെ എന്താണ്? നമ്മൾ പെട്ടെന്ന് അത് ക്യാഷാക്കി മാറ്റില്ല. അത് കമ്പനിയുടെ ലോങ് ടേം അസറ്റ്സ് ആണ്. അതായത് കമ്പനിയുടെ ഓപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള അസറ്റ്സുകളാണ് നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതാണ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ലയബിലിറ്റി ഈസ് ഈക്വൽ ടു വാട്ട് എ കമ്പനി അല്ലെങ്കിൽ വാട്ട് എ ബിസിനസ് ഓസ് ടു ഔട്ട്സൈഡേഴ്സ്. അതായത് കമ്പനി കൊടുക്കാനുള്ള ബാധ്യതകളാണ് ആക്ച്വലി ലയബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പം എഗെയിൻ നമ്മളെന്താണ്?
ലയബിലിറ്റീനെ തന്നെ നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്നും നോൺ കറണ്ട് ലയബിലിറ്റി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കറണ്ട് ലയബിലിറ്റിയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കറണ്ട് ലയബിലിറ്റി? കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആർ ഡെപ്റ്റ്സ് ഓർ ഒബ്ലിഗേഷൻ ഓഫ് എ കമ്പനി മസ്റ്റ് പേ വിത്തിൻ എ ഇയർ കമ്പനീസ് ഇമ്മീഡിയറ്റ് ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ. അതായത് കമ്പനി കൊടുക്കാനുള്ള കാശിനെയാണ്, അല്ലെങ്കിൽ കൊടുക്കാൻ ഔട്ട്സൈഡേഴ്സ്, അതായത് പുറത്തുള്ള ഡെപ്റ്റിനും ഒബ്ലിഗേഷൻസിനും മറ്റുമൊക്കെ ആയിട്ട് കൊടുക്കുന്നതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ കൊടുത്ത് തീർക്കണം, അതാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. കറണ്ട് ഇപ്പോൾ, അതായത് ഈ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ കൊടുത്ത് തീർക്കാൻ പറ്റുന്ന കടബാധ്യതകളെല്ലാം കറണ്ട് ലയബിലിറ്റിയാണ്. വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഓക്കെ, എന്താണ് അക്കൗണ്ട്സ് പേയബിൾ? ഓക്കെ, അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സപ്ലൈസിൻ്റെ അടുത്ത് പൈസ വാങ്ങിയിട്ടുണ്ടാവും, അതൊക്കെ കൊടുക്കണം. സപ്ലൈസ് ഒക്കെ 1 മാസം 2 മാസം 3 മാസം അല്ലാതെ 1 2 3 കൊല്ലമൊന്നും ക്രെഡിറ്റ് കൊടുക്കൂല. ഓക്കെ, അപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ, ഓക്കെ, അത് കൊടുത്ത് തീർക്കണം. ഷോർട്ട് ടേം ലോൺ, ചെറിയ ഷോർട്ട് ടേം ലോൺ ഉണ്ടാവും, ഒരു കൊല്ലത്തിന് താഴെയായിട്ട് അർജൻസി ഓഫ് മണിക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ടേം ലോൺ എടുത്തിട്ടുണ്ടാവും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവും, ഇതൊക്കെ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ടാക്സ് പേയബിൾ, അൺഏൺഡ് റവന്യൂ, ഇതെല്ലാം എന്താണ്? അടച്ചു തീർക്കേണ്ടതാണ്. 1 ഇയേഴ്സിൻ്റെ ഉള്ളിൽ കൊടുത്ത് തീർക്കേണ്ട കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഈ നോൺ കറണ്ട് ലയബിലിറ്റി ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി ഈസ് ഓൾസോ കാൾഡ് ലോങ് ടേം ലയബിലിറ്റി. നമ്മൾ ഇപ്പം കൊടുക്കണ്ട, നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇത് കൊടുത്താൽ മതി. അതായത് ആ ലയബിലിറ്റി ഒക്കെ കുറച്ച് കാലം എടുക്കും തീർക്കാൻ, അത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻ ഓഫ് എ ബിസിനസ് ഹാസ് ടു പേ ആഫ്റ്റർ മോർ ദാൻ 1 ഇയർ. ഒരു കൊല്ലത്തിന് മുകളിലെടുക്കും ഈ കടങ്ങൾ വീട്ടാൻ. അതായത് എന്തൊക്കെയാണ്? ലോങ് ടേം ലോൺസ്, ഓക്കെ, ബാങ്ക് ബോറോയിങ്സ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും ലോങ് ടേമിന്. ഓക്കെ, അതുപോലെ ലീസ് ലയബിലിറ്റി, കമ്പനി നിൽക്കുന്ന ആ ഒരു ലാൻഡ് അത് ലീസിന് എടുത്തിട്ടുണ്ടാവും, അപ്പോൾ ആ ബാധ്യത തീർക്കാൻ ഒരുപാട് പ്രാവശ്യം എടുക്കും. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, അതായത് ഫ്യൂച്ചറിൽ അടച്ചു തീർക്കേണ്ട ടാക്സ് ലയബിലിറ്റീസ്. അതുപോലെ ലോങ് ടേം പ്രൊവിഷൻസ്. അതുപോലെ ലോങ് ടൈം പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കൊടുക്കാനുള്ള കാശുകൾ, ലോങ് ടേം ആയിട്ട് കൊടുക്കാനുള്ള കാശുകൾ. അതുപോലെ ഡിബെഞ്ചേഴ്സ്, ബോൺസ്. ഓക്കെ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ കൊടുക്കുന്നത് കൂടാതെ ഡിബെഞ്ചേഴ്സും ബോൺസും ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ഉള്ളതും എന്താണ്? ഒരു നോൺ കറണ്ട് ലയബിലിറ്റിയാണ്, അതായത് കാലതാമസം എടുക്കുന്ന അർത്ഥം. ഓക്കെ, അപ്പം അസറ്റ്സ് നമ്മൾ കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് അസറ്റ്സും പറഞ്ഞു. ലയബിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞു, കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റിയും പറഞ്ഞു. ഇതിൽ ഓരോ കാര്യങ്ങൾ, അതായത് ഈ ഓരോ ഐറ്റംസിനെ കുറിച്ചും ഇപ്പം ഞാൻ ഷോർട്ടായിട്ടാണ് പറഞ്ഞത്, പക്ഷേ നമ്മളുടെ ബാലൻസ് ഷീറ്റ് അനലൈസിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നോക്കൂ നിങ്ങൾ, ഇക്വിറ്റി മീൻസ് ഓണേഴ്സ് ക്ലെയിം ഓൺ ദ കമ്പനി. ഇറ്റ് ഷോസ് ഹൗ മച്ച് ഓഫ് ദ ബിസിനസ് ട്രൂലി ബിലോങ്സ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ്. അതായത് ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണേഴ്സിൻ്റെ ക്ലെയിംസ് ആണ്. അതായത് ക്ലെയിം എന്ന് പറയുമ്പോൾ ഓണർക്ക് കമ്പനിയിലുള്ള ഓണർഷിപ്പാണ് ആക്ച്വലി ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഇക്വിറ്റി എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണറുടെ കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതായത് ഇവിടെ നോക്കൂ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും വരുന്നുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസും വരുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? മണി ഇൻവെസ്റ്റഡ് ബൈ ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ കമ്പനി. കമ്പനിയിലെ ഓണേഴ്സോ അല്ലെങ്കിൽ അവർ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒക്കെ മണിയാണ് ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് കെപ്റ്റ് ഇൻ ദ ബിസിനസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് ഡിവിഡൻഡ് ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ കുറച്ച് പെർസെൻറ്റേജ് ഡിവിഡൻ്റായിട്ട് പേ ചെയ്യും. ഓക്കെ, ബാക്കിയുള്ളത് എന്ത് ചെയ്യും? റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് എടുത്തു വെക്കും. ആ റീറ്റെയിൻഡ് ഏണിങ്സ് എന്തിനാണ് എടുത്തു വെക്കുന്നത്? ഫ്യൂച്ചർ ഗ്രോത്തിന്. ഓക്കെ, ഈ റീറ്റെയിൻഡ് ഏണിങ്സിനെയാണ് നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ്. ഇപ്പം 100 രൂപ പ്രോഫിറ്റ് വന്നാൽ 70 രൂപ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നു, ബാക്കി എത്ര ഉണ്ടാവും? 30 ഉണ്ടാവും. 30 രൂപ എടുത്തു വെക്കും. എന്തിനാണ്? നാളേക്കായി. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഇനി അറിയേണ്ട ഒറ്റ ചോദ്യം എന്ന് പറയുന്നത് ഇക്വിറ്റി ഈസ് എ ലയബിലിറ്റി. എങ്ങനെയാണ് ഇക്വിറ്റി അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ കാശ് ഒരു ലയബിലിറ്റി ആയി വരുന്നതെന്നാണ് ഇനി ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ ആൻസറാണ് ഈ സ്ലൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട് അക്കൗണ്ടിങ്ങിൽ. അതായത് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ബിസിനസ് ആൻഡ് ദ ഓണേഴ്സ് ആർ ട്രീറ്റഡ് ആസ് എ 2 സെപ്പറേറ്റഡ് എൻറ്റിറ്റി. ഓക്കെ, ഇപ്പം ഇത് ഞാനാണ്, ഇത് എൻ്റെ ഷോപ്പാണ് അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു ബിസിനസ്സാണ്.
എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ഓണർ വേറൊരാൾ, ബിസിനസ് വേറൊരാൾ. ഒരു അക്കൗണ്ടൻറ്റ് ആരുടെ പേഴ്സ്പെക്റ്റീവിലായിരിക്കണം കാര്യങ്ങൾ നോക്കേണ്ടത്? ബിസിനസ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ്. ബിസിനസ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിലേക്ക് നോക്കുമ്പോൾ ബിസിനസ്സിലേക്ക് വരുന്ന ഫണ്ടുകളെല്ലാം കമ്പനിയുടെ ലയബിലിറ്റിയാണ്. അതായത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി തിരിച്ച് അങ്ങോട്ടും കൊടുക്കണം. അതിപ്പം ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ ആയാലും ശരി, ഓണറുടെ പൈസ ആയാലും ശരി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ബിക്കോസ് ഓഫ് ദിസ് എനി മണി ദ ഓണർ ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ് ഇറ്റ് ഈസ് സീൻ അസ് ഫ്രം ദ ഓണേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ആ കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യലിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചിലവാക്കുന്ന ഒരു ഇൻവെസ്റ്റ്. പക്ഷേ ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്താണ്? അതൊരു ലയബിലിറ്റിയാണ്. അതായത് സംതിങ് ഓൺഡ് ബാക്ക് ടു ദ ഓണർ. ഓണർക്ക് തിരിച്ചു കൊടുക്കണം. അതായത് ഓണർ കാശ് ബിസിനസ്സിലേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ എന്താണ്? ഓണറുടെ പേഴ്സ്പെക്റ്റീവ് നോക്കുമ്പോൾ അത് ആ ബിസിനസ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്? ബിസിനസ്സിനെയും ഓണറെയും രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഓണർ ബിസിനസ്സിലേക്ക് പൈസ ഇട്ടു. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്യണം? തിരിച്ച് ഓണർക്ക് ആ പൈസ കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? അതായത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ കമ്പനിയിലേക്ക് ഒരു ഓണറെ കൂടി ഞാൻ കൊണ്ടുവരുന്നു. അതായത് ഒരു ഷെയർ ഹോൾഡറെ കൂടി കൊണ്ടുവരുന്നു. അവൻ എന്ത് ചെയ്യുന്നു? ഒരു 50 ലക്ഷം രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ 50 ലക്ഷം രൂപ അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? പ്ലസ് റിട്ടേൺ പാടി കൂട്ടിയിട്ട് അവന് തിരിച്ചു കിട്ടണം. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻ ബാലൻസ് ഷീറ്റ്, ഓക്കെ, ഈ ഷോർട്ട് ഇത് കാണുമെന്ന് എനിക്കറിയില്ല, ഇക്വിറ്റി ഈസ് പ്ലേസ്ഡ് അണ്ടർ ലയബിലിറ്റി. ഇപ്പോൾ മനസ്സിലായല്ലോ ലയബിലിറ്റിൻ്റെ താഴെ ഇക്വിറ്റി വെക്കുന്നതിൻ്റെ കാരണം. Because of the company has an obligation to the owners or shareholders just like has a obligation to lender. അതായത് പൈസ തിരിച്ചു കൊടുക്കണം. അത് ഓണർ ഇട്ടാലും ശരി, ആരിട്ടാലും ശരി, ബിസിനസ് ഓണർ തിരിച്ച് കാശ് അങ്ങോട്ട് കൊടുക്കണം. അത് ഇക്വിറ്റി ഓണർ ആയാലും ആരായാലും. ഇറ്റ് ഷോസ് ദ ഓണേഴ്സ് ക്ലെയിം ഓൺ ദ അസറ്റ് ആഫ്റ്റർ പേയിങ് ഓൾ ഔട്ട്സൈഡ് ലയബിലിറ്റി. അതായത് എന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ ലിക്വിഡേഷൻ്റെ കാര്യം പറഞ്ഞു. അസറ്റ്സ് എല്ലാം വിറ്റ് ലയബിലിറ്റി പേ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതായിരിക്കും ആക്ച്വലി എന്ത്? ഓണേഴ്സിൻ്റെ ക്ലെയിം. ദാറ്റ് മീൻസ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി വെച്ചും കൊണ്ട് നമ്മളൊരു ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എമൗണ്ട് കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മളെ കണ്ടൻറ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു ബാലൻസ് ഷീറ്റിന് ഹെഡിങ് ഉണ്ടാവും. ഒന്നെങ്കിൽ സ്റ്റാൻഡ് അലോൺ ബാലൻസ് ഷീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ താഴെ എന്തുണ്ടാവും? ആസ് ഓൺ ഡേറ്റ് ഉണ്ടാവും. 31 മാർച്ച് ഏതാ ഡേറ്റ് എന്ന് വെച്ചാൽ അതുണ്ടാവും. അതെന്താണ് അങ്ങനെ വരാൻ? അതായത് നമ്മൾ കലണ്ടർ ഇയറിലല്ല, നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ വെച്ചിട്ടാണ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ അസറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അസറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറൻറ്റ് അസറ്റ്സും നോൺ കറൻറ്റ് അസറ്റ്സും. ആദ്യം എന്ത് ചെയ്യും? കറൻറ്റ് അസറ്റ്സ് എല്ലാം ലിസ്റ്റ് ചെയ്യും. ഒരു കമ്പനിയുടെ കറൻറ്റ് അസറ്റ്സ്, അതായത് ഒരു കൊല്ലത്തിനുള്ളിൽ കാശാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന അസറ്റ്സ് എല്ലാം ഇവിടെ എഴുതും. അതിൻ്റെയൊക്കെ വാല്യൂസും ഇവിടെ എഴുതും. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? നോൺ കറൻറ്റ് അസറ്റ്സ്, അതായത് ഒരു കൊല്ലത്തിന് മുകളിലെടുക്കും. അതായത് അത് പെട്ടെന്ന് കാശാക്കി മാറ്റില്ല, പകരം അത് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ലോങ് ടേം അസറ്റ്സ് ആണ്. അതാണ് നോൺ കറൻറ്റ് അസറ്റ്സ്. അപ്പം നമ്മൾ ആദ്യം അസറ്റ് എഴുതുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? കറൻറ്റ് അസറ്റ്സ്, നോൺ കറൻറ്റ് അസറ്റ്സ്. ടോട്ടൽ കറൻറ്റ് അസറ്റ്സ് കാണും, ടോട്ടൽ നോൺ കറൻറ്റ് അസറ്റ്സ് കാണും. ഇത് രണ്ടും തമ്മിലുള്ള ടോട്ടലായിരിക്കും ഇവിടുത്തെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ഇത് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമ്മൾ ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റിയിലേക്ക് വരും. ഇക്വിറ്റി എന്തുകൊണ്ട് ലയബിലിറ്റി ആവുന്നു എന്ന് ഇനി ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻറ്റിറ്റി കോൺസെപ്റ്റ് വെച്ച് ബിസിനസ്സിനെയും ഓണറെയും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. ഈ ബിസിനസ്സിലേക്ക് ആര് പൈസ കൊണ്ടുവരുന്നോ അവർക്കൊക്കെ തിരിച്ച് പൈസയും കൊടുക്കണം. അതിപ്പോൾ ഓണർ കൊണ്ടുവരികയാണെങ്കിലും ഒരു ഔട്ട്സൈഡർ കൊണ്ടുവരികയാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഓണേഴ്സ് എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓണേഴ്സ് മണി എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ്, ഷെയർ ഹോൾഡറുടെ പൈസയാണ്, അതും ലയബിലിറ്റിയാണ്. ഗോട്ട് ഇറ്റ്? അപ്പം ലയബിലിറ്റി, കറൻറ്റ് ലയബിലിറ്റിയും നോൺ കറൻറ്റ് ലയബിലിറ്റിയും. കറൻറ്റ് ലയബിലിറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു, അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതുന്നു. നോൺ കറൻറ്റ് ലയബിലിറ്റി ഇവിടെ എഴുതുന്നു, നോൺ കറൻറ്റ് ലയബിലിറ്റി എമൗണ്ട് ഇവിടെ എഴുതുന്നു. നെക്സ്റ്റ് എന്താണ്? ഇക്വിറ്റി. ഇക്വിറ്റിയിൽ മെയിനായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ ഇവിടെ എഴുതുന്നു, റിസർവ് ആൻഡ് സർപ്ലസും ഇവിടെ എഴുതുന്നു. എന്നിട്ട് ടോട്ടൽ ലയബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ഇവിടെ എഴുതും. ഓക്കെ, അപ്പം ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റിയും എപ്പോഴും ഒരു ബാലൻസ് ഷീറ്റിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഫൈനാൻഷ്യൽ ഇക്വേഷൻ പ്രകാരം അസറ്റ് ഈസ് ഈക്വൽ ടു
ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി ആണ്. ഓക്കെ, അപ്പം ഇതുവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നമ്മൾ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൽ ഐറ്റംസ് പറഞ്ഞു, എന്താണ് സ്റ്റാൻഡേർഡ് ഓൺ, എന്താണ് കൺസോൾഡേറ്റഡ് എന്ന് പറഞ്ഞു, അസറ്റ്സ് എന്തൊക്കെ ഉണ്ട് ക്ലാസിഫൈ ചെയ്തു, ലയബിലിറ്റി എന്തൊക്കെ ഉണ്ടെന്ന് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, പിന്നെന്താണ് ഇക്വിറ്റി എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഇക്വിറ്റി ലയബിലിറ്റി ആവുന്നതിൻ്റെ കാരണം എന്താണെന്ന് വിത്ത് ലോജിക്കോട് കൂടി പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ നമ്മളുടെ DMart പോകുന്നു. എന്നിട്ട് DMartൻ്റെ ബാലൻസ് ഷീറ്റ് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ എന്താണ് DMartൻ്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ അനലൈസ് ചെയ്യാണ്, നമ്മൾ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് ബാലൻസ് ഷീറ്റിൽ കമ്പനിക്ക് എത്രത്തോളം അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, അവരുടെ ഇക്വിറ്റി എത്രയാണ് എന്നൊക്കെയാണ് നോക്കുന്നത്. അസറ്റ്സിൽ കറൻറ്റ് അസറ്റ്സ്, നോൺ കറൻറ്റ് അസറ്റ്സ്. ലയബിലിറ്റിയിൽ എന്താണ് നോൺ കറൻറ്റ് ലയബിലിറ്റി, കറൻറ്റ് ലയബിലിറ്റി. ഇക്വിറ്റിയിൽ എന്താണ് ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏണിങ്സ് അല്ലെങ്കിൽ റിസർവ് ആൻഡ് സർപ്ലസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സ്റ്റാൻഡ് അലോൺ ബാലൻസ് ഷീറ്റ്. എന്താണ് സ്റ്റാൻഡ് അലോൺ? നേരത്തെ പഠിച്ചു. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് രീതിയിലാണ് വരുന്നത്, സ്റ്റാൻഡ് അലോൺ സ്റ്റേറ്റ്മെൻറ്റും കൺസോൾഡേറ്റഡും. സ്റ്റാൻഡ് അലോൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം DMartൻ്റെ ഇവിടെ DMart, ഇവിടെ ഒരു 3 കമ്പനി DMartൻ്റെ സബ്സിഡറി ആയിട്ടുണ്ട് നോക്കുക. പേര് ABC. DMartനെ വിളിക്കുന്ന പേരെന്താണ്? പാരൻറ്റ് കമ്പനി. ABCനെ വിളിക്കുന്ന പേരാണ് സബ്സിഡറി കമ്പനി. അതായത് പാരൻറ്റ് കമ്പനി ഹോൾഡ് ചെയ്യുന്നതാണ് സബ്സിഡറി കമ്പനി. ഓക്കെ, അപ്പം സ്റ്റാൻഡ് അലോൺ എന്ന് പറയുമ്പോൾ എന്താ DMart മാത്രം. കൺസോൾഡേറ്റഡ് ആണെങ്കിൽ എന്താണ്? ഇത് മുഴുവൻ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം നമ്മൾ അതിന് ശേഷം നമ്മൾ താഴെയുള്ള ഈ ഡേറ്റ് നോക്കുക. എന്താണ്? എഗെയിൻ ഞാൻ പറഞ്ഞതാണ്, കലണ്ടർ ഇയർ, ഫൈനാൻഷ്യൽ ഇയർ, 2 ഇയർ ഉണ്ട്. കലണ്ടർ ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? ശ്രദ്ധിച്ചു കേട്ടോ, January 1 മുതൽ December 31 വരെ, ഇതാണ് കലണ്ടർ ഇയർ. ഓക്കെ, ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? April 1 മുതൽ March 31 വരെയാണ് ഫൈനാൻഷ്യൽ ഇയർ. നമ്മളുടെ കമ്പനി ഈ DMart എന്ന് പറയുന്നത് 31 മാർച്ച് ഏതാ ഫോളോ ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ ഇയർ ആണ്. അപ്പോൾ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? കലണ്ടർ ഇയർ ഫോളോ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടോ? ഉണ്ട്. വരുൺ ബിവറേജസ് അറിയോ സ്റ്റോക്ക്? ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയില്ലായിരിക്കാം. നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോക്കാണ് വരുൺ ബിവറേജ്. അവരെന്താണ്? ഒരു സീസണൽ ബിസിനസ്സാണ്. അവർ ഫോളോ ചെയ്യുന്നത് കലണ്ടർ ഇയർ ആണ്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കൂ നിങ്ങൾ, അതിലെന്തായിരിക്കും? അതിൽ ആസ് അറ്റ് 31 ഡിസംബർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ നേരെ പൊക്കുന്നു. പെർട്ടിക്കുലർ കൊടുത്തിട്ടുണ്ട്. ഓരോ പെർട്ടിക്കുലറിൻ്റെയും നോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ. ഓക്കെ, പിന്നെ അത് അവിടെ കറണ്ട് ഇയർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ പ്രീവിയസ് ഇയർ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്? കമ്പയറബിലിറ്റിക്ക് വേണ്ടിയിട്ട്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അസറ്റ്സ് ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസറ്റ്സിനെ രണ്ടായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോൺ കറൻറ്റ് അസറ്റ്സും ഒന്ന് കറൻറ്റ് അസറ്റ്സും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് നോൺ കറൻറ്റ് അസറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് നോൺ കറൻറ്റ് അസറ്റ്സ്? നമ്മളൊന്നുകൂടി നോക്കുകയാണ്. നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് ലോങ് ടേം അസറ്റ്സ് ആണ്. കമ്പനിയുടെ ഓപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ആവുന്ന അസറ്റ്സ് ആണ്. അത് പെട്ടെന്ന് വിൽക്കില്ല, പക്ഷേ ലോങ് ടേമിലായിരിക്കും അത് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ആദ്യത്തത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഓക്കെ, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, കമ്പനിയുടെ പ്രോപ്പർട്ടി, അവരുടെ നിലങ്ങൾ, അവരുടെ എക്യുപ്മെൻറ്റ്സ്, ഓക്കെ, അവരുടെ മെഷീനറീസും മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ പെടും. ഇത് എത്രയാണ്? കറണ്ട് ഇയറിൽ 14,102 കോടി. ഞാൻ പോയിൻ്റ് ഇട്ട് ഡെസിമൽ പറയുന്നില്ല, 14,102 കോടി. പ്രീവിയസ് ഇയറിൽ എത്രയായിരുന്നു? 11,521 കോടി. കൂടിയിട്ടുണ്ട്. എത്ര വലിയ എമൗണ്ട് ആണെന്നല്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോസസ്സാണ്. ഈ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റിൻ്റെയോ പ്രോപ്പർട്ടീൻ്റെയോ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിൻ്റെയും കൺസ്ട്രക്ഷൻ പീരീഡിലാണ്. അതായത് അത് വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്, പക്ഷേ യൂസ് ചെയ്യാനായിട്ടില്ല. ഓക്കെ, അതിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതെത്രയാണ്? 1,090 കോടി. പ്രീവിയസ് ഇയറിൽ എത്രയായിരുന്നു? 929 കോടി. കമ്പയറബിലിറ്റി നോക്കൂ, കൂടിയിട്ടില്ലേ? ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് യൂസ് അസെറ്റ്. പല ആളുകൾക്കും കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ഒരു ഏരിയ ആണിത്. എന്താണ് റൈറ്റ് ഓഫ് യൂസ് അസെറ്റ്? ഓക്കെ, റൈറ്റ് ഓഫ് യൂസ് അസെറ്റ് എന്താണ്? ഈ റൈറ്റ് ഓഫ് യൂസ് അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. 5 കൊല്ലത്തേക്ക് നമ്മളൊരു ലാൻഡ് ലീസിന് എടുത്തിട്ടുണ്ട്. 5 കൊല്ലത്തേക്ക് നമ്മളൊരു ലാൻഡ് ലീസിന് എടുത്തിട്ടുണ്ട്. ലാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു അസറ്റാണ്, പക്ഷെ നമുക്ക് 5 കൊല്ലം അത് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് 5 കൊല്ലം അത് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുന്ന കാര്യങ്ങളെ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ നോൺ കറൻറ്റ് അസറ്റിൽ റൈറ്റ് യൂസ് ഓഫ് അസെറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ DMartൻ്റെത് 1,599 കോടിയാണ് കറൻറ്റ് ഇയർ റൈറ്റ് ഓഫ് യൂസ് അസെറ്റിൽ വരുന്നത്. പ്രീവിയസ് ഇയറിൽ എത്രയായിരുന്നു? 1,394. എഗെയിൻ കൂടിയിട്ടുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്തത് അവരുടെ ഓപ്പറേഷൻസിനായിട്ട് യൂസ് ചെയ്തതല്ല, അവർ അതർ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്. ഏത് പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്തത് കറണ്ട് ഇയറിൽ എത്രയാണ്, 72 കോടിയാണ്. പ്രീവിയസ് ഇയറിൽ എത്രയാണ്, 75 കോടി. അപ്പം നമ്മൾ ആ കമ്പാരിബിലിറ്റി നോക്കുന്ന സമയത്ത് എന്താണ്, പ്രീവിയസ് വീക്കായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്തത് കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, എന്താണ് ഇതാ ഇവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്? അസറ്റ്സിനെ നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന് മുകളിൽ പറഞ്ഞത് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ക്യാപിറ്റൽ വർക്കിംഗ് പ്രോസസ്സ്, റൈറ്റ് ഓഫ് യൂസ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ എന്താണ്, നമ്മളുടെ ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, നമുക്ക് കാണാനും തൊടാനും വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ എന്താണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഗുഡ് വിൽ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ പാറ്റേൺസ് വരുന്നുണ്ട്, നമ്മളുടെ ട്രേഡ് മാർക്ക് വരുന്നുണ്ട്, നമ്മളുടെ സോഫ്റ്റ്വെയർ, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അങ്ങനെ ഒരു അസറ്റ് ഉണ്ട്, പക്ഷെ കാണാൻ വേണ്ടി പറ്റില്ല. ഇത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. 18 കോടിയുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. ഓക്കെ, കറണ്ട് ഇയറിൽ. പ്രീവിയസ് ഇയറിൽ 17 ഉള്ളൂ, കൂടിയിട്ടുണ്ട്, 1 CR കൂടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ് പറയുന്നത്. ഫൈനാൻഷ്യൽ അസറ്റ്സ്, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, കമ്പനി ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാണ്, ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ എന്താണ്, ഫ്യൂച്ചറിൽ റിട്ടേൺ പ്രതീക്ഷിച്ചും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തെല്ലാം ആവാം അത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് മറ്റൊരു കമ്പനിയുടെ ഷെയർസ് വാങ്ങിയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഗവൺമെൻറ് കോർപ്പറേറ്റ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തതാവാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലോ ആയിട്ട് പൈസ ഇട്ടതാവാം. 1255 കോടിയാണ് കറണ്ട് ഇയറിൽ. പ്രീവിയസ് ഇയറിൽ 964 കൂടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതർ ഫൈനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റ് ഫൈനാൻഷ്യൽ അസറ്റ്സിൽ ചെയ്തിട്ടുള്ളത് എത്രയാണ്, 155 കോടിയാണ്. ഓക്കെ, കറണ്ട് ഇയറിൽ പ്രീവിയസ് ഇയറിൽ എത്രയാണ്, 225. കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, അതർ ഫൈനാൻഷ്യൽ അസറ്റ്സിൽ കുറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻകം ടാക്സ് അസറ്റ്. എന്താണ് ഈ ഇൻകം ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്? ഇൻകം ടാക്സ് അസറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് കമ്പനി ഓൾറെഡി ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ്, ആ കമ്പനിക്ക് ഫ്യൂച്ചറിൽ തിരിച്ച് കിട്ടാനുള്ള ടാക്സുകൾ, റീഫണ്ട് കിട്ടാനുള്ള ടാക്സുകളാണ് ആക്ച്വലി ഇൻകം ടാക്സ് അസറ്റായിട്ട് നോക്കുന്നത്. അത് പ്രീവിയസ് ഇയറിലും കറണ്ട് ഇയറിലും ഒക്കെ എന്താണ്, 16 കോടി രൂപയായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്, അതർ നോൺ കറണ്ട് അസറ്റ്സ്. മറ്റു പല നോൺ കറണ്ട് അസറ്റ്സ് എല്ലാം എത്രയാണ്, 408 കറണ്ട് ഇയറിൽ. പ്രീവിയസിൽ എത്രയാണ്, 361. ഓക്കെ, 361. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മളിവിടെ ടോട്ടലായിട്ട് നോൺ കറണ്ട് അസറ്റ്സിനെ എല്ലാം പറഞ്ഞു. ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സ് വരുന്നത് എത്രയാണ്, 18,718. പ്രീവിയസ് ഇയറിലത്തെയായിരുന്നു 15,505. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഡി-മാർട്ടിൻ്റെ അസറ്റ്സ്. എന്ത് അസറ്റ്സ്? നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അസറ്റ്സിലെ തന്നെ കറണ്ട് അസറ്റ്സ് ആണ്. അതായത് ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന അസറ്റ്സ്. ഓക്കെ, അതിലാദ്യം തന്നെ വരുന്നത് ഇൻവെൻട്രി ആണ്. ഓക്കെ, നമ്മളുടെ റോ മെറ്റീരിയൽസും നമ്മളുടെ സെയിലാവാത്ത പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന നമ്മളുടെ ഇൻവെൻട്രീസ് ആണ് ആദ്യത്തത്. ഇവിടെ ഇൻവെൻട്രി നോക്കുകയാണെങ്കിൽ എത്രയാണ്, പ്രീവിയസ് ഇയറിൽ 3,723 കോടിയായിരുന്നു. നമ്മളുടെ കറണ്ട് ഇയറിൽ എത്രയാണ്, 4,805. ഓക്കെ, ഇൻവെൻട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ്. അതായത് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ് ഇനി പറയുന്നത്. അതിലാദ്യത്തത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. കറണ്ട് ഇയറിൽ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പോലും നടത്തിയിട്ടില്ല. ഓക്കെ, പ്രീവിയസ് ഇയറിൽ 106 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതെന്താ ചെയ്യാഞ്ഞത്? നോട്ട് 10 പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ട്രേഡ് റിസീവബിൾ. എന്താണ് ഈ ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്നത്? അതായത് കമ്പനി കസ്റ്റമർക്ക് കടം കൊടുത്തിട്ടുണ്ട്, അതായത് പ്രൊഡക്റ്റ് ക്രെഡിറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറിൽ നിന്ന് തിരിച്ച് പൈസ കിട്ടാനുണ്ട്. അതാണ് ട്രേഡ് റിസീവബിൾ. കമ്പനിക്ക് തിരിച്ച് റിസീവ് കിട്ടാനുള്ളത് എത്രയാണ്, 348 രൂപ കറണ്ട് ഇയറിൽ കിട്ടാനുണ്ട്. 348 കോടി. ഓക്കെ, 393 കോടി ആയിരുന്നു പ്രീവിയസ് ഇയറിൽ. ഓക്കെ, കുറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ഓക്കെ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ മണി, കയ്യിലുള്ള പൈസ. ഓക്കെ, ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വരും, ട്രഷറി ബിൽസ് വരും, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് വരും. ഷോർട്ട് ടൈം ഫിക്സഡ് ഡെപ്പോസിറ്റ്സും മറ്റു കാര്യങ്ങളെല്ലാം വരും. അത് കറണ്ട് ഇയറിൽ എത്രയാണ്,
330 കോടിയാണ്. പ്രീവിയസ് ഇയറിൽ 258 കോടിയാണ് കൂടിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ബാങ്ക് ബാലൻസസ് ഓർ അതർ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസ്. ഓക്കെ, അതർ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസ് അതെന്ന് പറയുന്നത് എന്താണ്? ബാങ്കിലുള്ള എമൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയാണ്? കറണ്ട് ഇയറിൽ 1 കോടി രൂപയുടെ അടുത്തേ ഉള്ളൂ. പ്രീവിയസ് ഇയറിൽ 300 കോടി ഉണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം അത് നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അതർ ഫൈനാൻഷ്യൽ അസറ്റ്സ്, മറ്റു പല ഫൈനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത് അറൗണ്ട് എത്ര വരുന്നുണ്ട്? കറണ്ട് ഇയറിൽ 495 കോടി. പക്ഷേ പ്രീവിയസ് ഇയറിൽ എത്രയായിരുന്നു? 1124 കോടി രൂപയായിരുന്നു വന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്? അതർ കറണ്ട് അസറ്റ്സ്. അതർ കറണ്ട് അസറ്റ്സ് 191 കോടിയായിരുന്നു, അതിപ്പം 152 ആണ്. അതായത് അതർ കറണ്ട് അസറ്റ്സ്, അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസ് വരാം, അതുപോലെ അഡ്വാൻസ് പേയ്മെൻറ്റ്സ് വരാം, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? ടോട്ടൽ കറണ്ട് അസറ്റ്സ് എത്രയാണ്? ഇവിടെ നോക്കൂ, ടോട്ടൽ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് 6172. ഓക്കെ, അപ്പോൾ ടോട്ടൽ നോൺ കറണ്ട് അസറ്റും ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സും ടോട്ടൽ കറണ്ട് അസറ്റ്സും പാടി കൂട്ടിയാൽ ടോട്ടൽ അസറ്റ് കിട്ടും. ഇപ്പം ടോട്ടൽ അസറ്റ് എത്രയാണ്? 24,897. ഓക്കെ, 24,891. ഓക്കെ, അസറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇനി നമ്മൾ നോക്കുന്നത് ലയബിലിറ്റി സൈഡാണ്. ഓക്കെ, ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി സൈഡിൽ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇക്വിറ്റിയാണ്. അതായത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഇക്വിറ്റിയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മൾ പറഞ്ഞതുപോലെ ഇക്വിറ്റിയിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ എന്താണ്? റിസർവ് ആൻഡ് സർപ്ലസ്. ഇവിടെ നോക്കൂ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 650.73 crore. അത് പ്രീവിയസ് ഇയറിലും കറണ്ട് ഇയറിലും സെയിം തന്നെയാണ്. ഓണേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ 650. നെക്സ്റ്റ് എന്താണ്? അതർ ഇക്വിറ്റി. ഈ അതർ ഇക്വിറ്റി നോക്കൂ നിങ്ങൾ, നോട്ട് 17 പോയാൽ അതർ ഇക്വിറ്റി കിട്ടും 21,579. അതായത് അതർ ഇക്വിറ്റിയിൽ വരുന്നത് എന്താണ്? മറ്റു പല കാര്യങ്ങളുടെ കൂടെ റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ടാകും. അതായത് അതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ച ഒരു പെർസെൻറ്റേജ്. ഓക്കെ, പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ച പെർസെൻറ്റേജ്. അതായത് അത് നിങ്ങൾ നോക്കൂ, ഇവിടെ 18,629 ആയിരുന്നു പ്രീവിയസ്. കറണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്? അവിടെ കൂടുതലായിട്ടുണ്ട്. അതായത് റിസർവ് ആൻഡ് സർപ്ലസ് കൂടുതലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അസറ്റ്സ് കൂടിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, ഇക്വിറ്റി കൂടിയിട്ടുണ്ട്, അതുപോലെ റിസർവ് ആൻഡ് സർപ്ലസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അവിടെയൊക്കെ നമുക്കൊരു അനാലിസിസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? അസറ്റ്സ്, നോൺ കറണ്ട് അസറ്റ്സ് പറഞ്ഞു, അതുപോലെ കറണ്ട് അസറ്റ്സ് പറഞ്ഞു, ഇക്വിറ്റി പറഞ്ഞു. ഇക്വിറ്റി, ടോട്ടൽ ഇക്വിറ്റി എത്രയാണ്? ടോട്ടൽ ഇക്വിറ്റി എന്ന് പറയുന്നത് 22,230 ആണ്. 22,230 കറണ്ട്. പ്രീവിയസ് 19,280 കോടിയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ ബാധ്യതകൾ. ഓക്കെ, ലയബിലിറ്റി നമ്മൾ പറഞ്ഞതുപോലെ നോൺ കറണ്ട് ലയബിലിറ്റി ഉണ്ട്, കറണ്ട് ലയബിലിറ്റി ഉണ്ട്. നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 1 കൊല്ലത്തിന് മുകളിൽ എടുക്കും അത് വീട്ടാൻ ആ കമ്പനിക്ക്. കറണ്ട് ലയബിലിറ്റി പറയുമ്പോൾ 1 കൊല്ലത്തിനുള്ളിൽ വീട്ടിക്കൊള്ളണം എന്നുള്ള ലയബിലിറ്റി. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്താണ്? ലയബിലിറ്റിയിൽ ആദ്യം തന്നെ നോക്കുന്നത് നോൺ കറണ്ട് ലയബിലിറ്റിയാണ്. അതായത് ആ ലയബിലിറ്റി പേ ഓഫ് ചെയ്യാനായിട്ട് മോർ ദാൻ 1 ഇയർ എടുക്കും. ഓക്കെ, ആദ്യത്തേതെന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ലയബിലിറ്റി. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീസ് ലയബിലിറ്റി. ഓക്കെ, ലീസ് ലയബിലിറ്റി പറയുമ്പോൾ ഭാവിയിലെ ലീസ് കോൺട്രാക്റ്റ് ബേസ് ചെയ്ത് അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണ്? 501 കോടിയാണ് ആക്ച്വലി എന്ത്? കറണ്ട് ഇയറിൽ. പ്രീവിയസ് ഇയറിൽ എത്രയാണ്? 314. ഓക്കെ, അപ്പം ലീസ് ലയബിലിറ്റി കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ലയബിലിറ്റി, ബാധ്യത കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? അതർ ഫൈനാൻഷ്യൽ ലയബിലിറ്റി. അതർ ഫൈനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുന്നത് കറണ്ട് ഇയറിൽ 49 ലക്ഷമാണ്, പ്രീവിയസ് ഇയറിൽ 37 ലക്ഷമാണ്. നോട്ട് 18 പോയാൽ അതർ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയാണ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കമ്പനി ഫ്യൂച്ചറിൽ അടയ്ക്കേണ്ടി വരുന്ന ടാക്സുകൾ. ഓക്കെ, ഫ്യൂച്ചറിൽ കമ്പനി അടയ്ക്കേണ്ടി വരുന്ന ടാക്സുകൾ. ഓക്കെ, എത്രയാണ്? കറണ്ട് ഇയർ പ്രകാരം 115 കോടിയാണ്. പ്രീവിയസ് ഇയർ എന്തായിരുന്നു? 94 അപ്പം അവിടെയും കൂടിയിട്ടുണ്ട് ലയബിലിറ്റി. ഓക്കെ, അപ്പം ഇതാണ് ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സ് നോൺ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ടോട്ടൽ നോൺ കറണ്ട് ലയബിലിറ്റി എത്രയാണ്? ടോട്ടൽ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 616
അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ 419 ഓക്കെ. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ട് ലയബിലിറ്റിയിലേക്ക് വരികയാണ്. കറണ്ട് ലയബിലിറ്റി അതായത് ഒരു കൊല്ലം കൊണ്ട് അടച്ചു തീർക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിലാദ്യം വരുന്നത് ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. അതിലാദ്യത്തത് ലീസ് ലയബിലിറ്റിയാണ്. ലീസ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ലീസുകൾ ഉണ്ടാവും. ഓക്കെ, ഷോർട്ട് ടൈം ലീസ്. ഓക്കെ, അത് 191 കോടിയാണ് കറണ്ട്. പ്രീവിയസ് ഇതായിരുന്നു 148. നെക്സ്റ്റ് ട്രേഡ് പേയ്മെൻറ്റ് ഡ്യൂ ടു, അതായത് ട്രേഡ് പേയബിൾസ് ഡ്യൂ ടു മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ് അതർ ദാൻ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ മൂന്നിലും വരുന്നത് എന്താണ്? ഓക്കെ, ഈ മൂന്നിലും ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഉദ്ദേശിക്കുന്നത് ഈ കമ്പനിയായിട്ട് ചുറ്റപ്പെട്ട് ചെറിയ കച്ചവടക്കാരുണ്ടാവില്ല, അവർക്ക് കൊടുക്കേണ്ട തുകയാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അതർ ഫൈനാൻഷ്യൽ ലയബിലിറ്റി. നോട്ട് 21 പോയാൽ അതർ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് കിട്ടും. ഓക്കെ, അതർ ഫൈനാൻഷ്യൽ ലയബിലിറ്റി 435 കോടിയാണ് കറണ്ട് ഇയർ എങ്കിൽ പ്രീവിയസ് ഇയറിൽ 377 കോടിയായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അതർ കറണ്ട് ലയബിലിറ്റി? അതർ കറണ്ട് ലയബിലിറ്റി എന്തൊക്കെയായിരിക്കും? അതർ കറണ്ട് ലയബിലിറ്റി ഇതുപോലെ തന്നെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ലോണുകളോ അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് ടൈം ആയിട്ട് ഉള്ള ബിൽസുകളോ അതൊക്കെ ആയിരിക്കും ഇതിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. ആക്ച്വലി എന്താണ്? വാറൻസ്, ലീഗൽ ക്ലെയിംസ്, റീസ്ട്രക്ചറിങ് കോസ്റ്റ്, അങ്ങനത്തെ പല ചില്ലറ കാര്യങ്ങളൊക്കെ ഈ പ്രൊവിഷൻസിൽ വരും. 42 കോടിയാണ് കറണ്ട് പ്രൊവിഷൻ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ 55 കോടിയായിരുന്നു. പക്ഷേ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 241 കറണ്ട് പ്രീവിയസ് ഇയറിൽ 251. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2044. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വിറ്റി, ടോട്ടൽ ഇക്വിറ്റിയും ടോട്ടൽ നോൺ കറണ്ട് ലയബിലിറ്റിയും ടോട്ടൽ കറണ്ട് ലയബിലിറ്റിയും പാടി കൂട്ടുന്ന സമയത്ത് 24,891. അത് തന്നെയാണ് നമ്മളുടേതാ. നോക്കൂ, ടോട്ടൽ അസറ്റിൽ 24,891.47 കറക്റ്റ് എമൗണ്ട് കണ്ടല്ലോ. ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോക്കൂ, ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 24,891.45. അതിനോട് നമ്മൾ ഇക്വിറ്റിയും ലയബിലിറ്റിയും കൂടി കൂട്ടി ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി നോക്കൂ, 24,891.47. ഇതാണ് ആക്ച്വലി എന്ത്? ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതെന്താണ്? അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പഠിച്ചതെന്താണ്? ഹെഡിങ് പഠിച്ചു, താഴെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് എങ്ങനെയാണ് വന്നതെന്ന് പഠിച്ചു. പെർട്ടിക്കുലർ ആദ്യത്തെ അസറ്റ് മൊത്തമായിട്ട് നോൺ കറണ്ട് അസറ്റ്സ് ചെയ്തു. അതിനുശേഷം നോൺ കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ നോക്കി. പിന്നെ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ് നോക്കി, അതിൻ്റെ ടോട്ടൽ കറണ്ട് അസറ്റ്സ് കിട്ടി. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റ്സുമായി കൂട്ടിയിട്ടുള്ളതാണ്. അത് കിട്ടി നമുക്ക് 24,891 കിട്ടി. അതിനുശേഷം നമ്മൾ എന്താണ്? ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി. അതിലാദ്യം ഇക്വിറ്റിയാണ്. ഇക്വിറ്റിയിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ നോക്കി, അതർ ഇക്വിറ്റി നമ്മൾ നോക്കി, ടോട്ടൽ ഇക്വിറ്റി നമ്മൾ കണ്ടു. പിന്നെ ലയബിലിറ്റിയിൽ നോൺ കറണ്ട് ലയബിലിറ്റി എന്തൊക്കെയാണെന്ന് കണ്ടു. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുത്തു. പിന്നെ കറണ്ട് ലയബിലിറ്റി നോക്കി, അതിൻ്റെ ടോട്ടൽ എടുത്തു. അതിനുശേഷം നമുക്ക് മനസ്സിലായി ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? എത്രത്തോളം കമ്പനിയുടെ അസറ്റുകളുണ്ട്, ഓക്കെ, എത്രത്തോളം കമ്പനിക്ക് ലയബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സ്ലൈഡിൽ മനസ്സിലാക്കി. അങ്ങനെ നമ്മളുടെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദ 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് ഫ്രം ബാലൻസ് ഷീറ്റ്. നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എന്താണ് ബാലൻസ് ഷീറ്റ്, അതുപോലെ എങ്ങനെ ബാലൻസ് ഷീറ്റ് റീഡ് ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ പറയുന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു അനാലിസിസ് വരുന്നത് എപ്പോഴും നമ്മൾ റേഷ്യോസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് ഉണ്ട്. കറണ്ട് റേഷ്യോ, അതായത് നമ്മൾ ആ ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കറണ്ട് റേഷ്യോ കാണും. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, അതായത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കും. റിട്ടേൺ ഓൺ ഇക്വിറ്റി, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നോക്കാനായിട്ട് നമ്മൾ എന്താണ്? റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കും. ഓക്കെ, അപ്പോൾ ഈ 3 റേഷ്യോസും ഞാൻ ഇനി ഇവിടെ പറഞ്ഞാൽ വീഡിയോ ഇനിയും നീളും. ഓക്കെ, അപ്പോൾ ഞാനിത് ലാസ്റ്റിലേക്ക് പറഞ്ഞതിൻ്റെ ബേസ് എന്താണ്? നമ്മളിപ്പം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മളിപ്പം ക്ലാസ് തുടർന്നുകൊണ്ട് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫൈനാൻഷ്യൽ റേഷ്യോസിലേക്ക് വരും. ഓക്കെ, ആ റേഷ്യോസിൽ നമുക്ക് എന്തായാലും ഇതൊക്കെ നമുക്ക് റേഷ്യോസിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ മൊത്തമായിട്ട് എന്താണ് ബാലൻസ് ഷീറ്റ്, എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ്, എങ്ങനെ ബാലൻസ് ഷീറ്റ് റീഡ് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ മെട്രിക്സ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അറ്റ് ലാസ്റ്റ് വീഡിയോ ഇതുവരെ കണ്ട ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, ഇനിയും നമ്മളുടെ സെഷൻസ് കണ്ടിന്യൂ ചെയ്ത് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.